ഒന്നിച്ചല്ല, ഹജറൻ ഹജറാ, ഓരോ കല്ലുകൾ ഇങ്ങനെ ഇറങ്ങി വരിക. മൂപ്പരങ്ങനെ തവാഫ് ചെയ്യാ, പഴയ സ്ഥാനത്തേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. സുമ്മ റജഅ കുല്ലു ഹജറിൻ ഇലാ മകാനിഹി, എന്നിട്ടതാ ഓരോ കല്ലും തൽസ്ഥാനത്തേക്ക് മടങ്ങിപ്പോകുന്നു. മുസ്ലിമേ, ആലോചിച്ചോ, ഇതിന്റെ പേര് ഇസ്ലാം എന്നാണോ? പണ്ട് റിഫായി ഷെയ്ഖും ചെയ്തിട്ടുണ്ട്. റിഫായി ഷെയ്ഖ് ഇതൊക്കെ പണ്ട് ചെയ്ത് കാണിച്ചാളാ. സാധാരണ മൂപ്പര് ഇവരെ അഭിപ്രായ പ്രകാരം തന്നെ ചെണ്ടമുട്ടിനീന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നടുകുടുങ്ങിയ ചെണ്ട പാടില്ല എന്നേ ഉള്ളൂ. നടുകുടുങ്ങൽ വലിയ പ്രശ്നമാണ് അലവി പറയണത്. വലിയ വിഷയമാണ്, നിങ്ങൾക്ക് തിരിയാത്ത കണക്കല്ല, മൂപ്പർക്ക് നന്നായിട്ട് അറിയാന്നാ. നടുകുടുങ്ങിയ വലിയ പ്രശ്നമാണ് എന്ന് നന്നായി അനുഭവിച്ച അറിഞ്ഞ ആളാണ് അത്ര അലവി. അപ്പൊ മൂപ്പര് പറയുന്നുണ്ട്, നടുകുടുങ്ങൽ വലിയ വിഷയം, നിങ്ങൾക്കത് അറിയാഞ്ഞിട്ടാണ്. അപ്പോ നടുകുടുങ്ങിയ ചെണ്ട മുട്ടാൻ പറ്റാത്തുള്ളൂ, അല്ലാത്തൊക്കെ മുട്ട. നടുകുടുങ്ങിയത് തുടി. എന്നാൽ ഇതേ തുടി മുട്ടിയിട്ടാണ് റിഫായി ഷെയ്ഖ് കഅബത്തിന്റെ അടുത്തേക്ക് തവാഫിന് പോണത്. മക്കത്തെ ആൾക്കാർ വിടുവോ? മുന്നം തുടി മുട്ടി കഅബാനെ ചുറ്റുമ്പോൾ മക്കീകൾ ഇമ്പീതി വേണ്ടെന്ന് ചൊന്നോവർ, ഉടനെ റഫാഴി മദീലിൽ കുളത്തിയാർ, അപ്പോഴേ കഅബം തവാഫെന്ന് ചൊന്നോവർ. ഇളകി കഅബം തൂളുങ്കുന്ന നേരത്തി ഒളിവർ റഫാഴി എന്നല്ലാഹ് വിളിച്ചോവർ. ഏഴാകാശം വാതിലൊക്കെ തുറന്ന് പോയി, ഇളകി മലക്കുകൾ ഒക്കെ വിളിച്ചു പോയി. എന്താ ഇവിടെ ചെയ്തത്? ഈ റിഫാഴി തുടി മുട്ടിയിട്ട്, ഹറാമായ തുടിയും മുട്ടിയിട്ട് കഅബത്തിന്റെ സമീപത്ത് ചെന്നപ്പോ മക്കയിലെ ഭരണാധികാരികൾ പറഞ്ഞു, നിന്റെ കൊട്ടും മുട്ടും തട്ടുമുള്ള തവാഫ് ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം പിടിച്ച റിഫാഴി ഷെയ്ഖ് തുടി അവിടെ കഅബത്തിന്റെ മതിലും കൊളത്തി പോലും. അവിടെ ആണി ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ആ കഅബത്തിന്റെ മതിലും മേൽ ഈ തുടി അങ്ങ് കൊളത്തി. തുടി കൊളത്തിയപ്പോഴേക്ക് എന്താ സംഭവിച്ചത്? കഅബയതാ ഇയാളെ ഇങ്ങോട്ട് ചുറ്റാൻ തുടങ്ങി. ഇളകി കഅബം തൂളുങ്കുന്ന നേരത്ത് അതേ കഅബം അങ്ങോട്ട് ഇളകി, അടി പറഞ്ഞിട്ട് കഅബം അങ്ങ് ഇളകി തുളുങ്ങുകയാണ്. റിഫായിക്ക് ചുറ്റും ഇങ്ങനെ കഅബ കറങ്ങുമ്പോൾ പടച്ചറപ്പ് വിളിക്കുന്നു, ഒളിവർ റഫാഴി, നിർത്തണേ റിഫാഴി, അല്ല വിളിക്കണേ. ഈ രംഗം കണ്ട് എല്ലാരും പേടിച്ചുപോയി. ഏഴാകാശം വാതിലൊക്കെ തുറന്നു പോയി, ഇളകി മലക്കുകളൊക്കെ വിളിച്ചോവർ. എല്ലാ മലക്കുകൾ ഏഴാകാശത്തിന്റെ കവാടങ്ങളൊക്കെ തുറന്നു. എന്താണ് ഈ കാണുന്നത്? ഇവരുടെയൊക്കെ സർവീസിനിടക്ക് ആദ്യം കാണില്ലത്. കഅബനെ എല്ലാരും അങ്ങോട്ട് ചുറ്റല്ലാതെ ഇത് ഇങ്ങോട്ട് ചുറ്റണ പരിപാടി ഉണ്ടോ? ഇത് ഇനിയും വേണ്ടേ അവിടെ നിൽക്കുക? അങ്ങനെ റിഫാഴി നിർത്തണേന്നും പറഞ്ഞ് ഈ രൂപത്തിലായി ഇവരുടെ ഔലിയാക്കന്മാർ. നോക്കണം. അപ്പൊ ഔലിയാക്കന്മാർ ഇസ്ലാം പഠിപ്പിക്കുന്ന ഔലിയയും ഇവര് പഠിപ്പിക്കുന്ന ഔലിയയും വേറെയാണ്. ഇനി നോക്കിക്കോ, ഈ വിശുദ്ധ ഖുർആൻ ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്. വലാ തുസക്കൂ അൻഫുസകും, നിങ്ങളെ തന്നെ നിങ്ങൾ പുകഴ്ത്തല്ലേ, നിങ്ങളെ തന്നെ പരിശുദ്ധപ്പെടുത്തല്ലേ. ഹുവ അഅലമു ബിമനിത്തഖാ, ആരാണ് തഖ്വയുള്ളവൻ എന്ന് അറിയുന്നവൻ ആരാ? അള്ളയാണ് തഖ്വയുള്ളവൻ. ഞാനല്ല, നിങ്ങളല്ല, ലോകത്തൊരാളുമല്ല. ആർക്കാ തഖ്വയുള്ളത് എന്ന് അറിയാ അള്ളാഹ്ക്ക് മാത്രമാണ്. ഞാൻ എന്നെ പറ്റി ഇങ്ങനെ വലിപ്പത്തരം പറയാ, ഞാൻ വലിയ ഹോജയാണ്, ഞാൻ ഖുതുബുൽ അഖ്താബാണ്, ഞാൻ ലോകത്തിന്റെ എല്ലാ നിയന്ത്രണത്തിന്റെ എല്ലാ കാര്യങ്ങളും എന്നിലാണ്. ഈ രൂപത്തിലൊക്കെ പറയാൻ നിന്നാൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഓരോരുത്തരും ഇന്ന് അവരവരെ കുറിച്ച് പ്രത്യേകമായി അവരവരുടേതായ പൊങ്ങച്ചങ്ങൾ പറഞ്ഞു നടക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇന്ന് ലോകത്ത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി പ്രത്യേകതകൾ ചമയുന്ന ആളുകളൊക്കെ അവരവർക്ക് സ്വന്തമായി തന്നെ പ്രത്യേകമായ കഴിവുകളും സ്ഥാനങ്ങളും മഹത്വങ്ങളും ഒക്കെ ഉണ്ട് എന്ന് നിരന്തരം എഴുതുകയും പ്രചരിപ്പിക്കുകയും പ്രചരിപ്പിക്കാൻ ആളുകളെ ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ എന്താ പറഞ്ഞത്? നിങ്ങളെ തന്നെ പുകഴ്ത്തരുത്, ആരും അവരവരെ കുറിച്ച് സ്വന്തം പുകഴ്ത്തരുത്. പടച്ചവനാണെല്ലാം അറിയുന്നവൻ. നിങ്ങൾ നോക്കൂ, നമ്മുടെ തൊട്ടടുത്തുള്ള CM മടവൂരിന്റെ ദർഗ. ഈ CM മടവൂര് അദ്ദേഹം
അദ്ദേഹത്തിന്റെ ജീവിതകാലത്തുണ്ടായ സംഭവങ്ങളൊന്നും ഈ മടവൂരിന്റെ അടുത്ത പ്രദേശത്ത് വന്ന് ഞാൻ പറയേണ്ടതില്ല. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തിയത് എന്താണ് എന്നാണ് മുരീദന്മാര് പറയുന്നത്. ഞാൻ ആരാണ് അദ്ദേഹം പറയുന്നത്? ഖുതുബുൽ ആലം റഈസുസ് സാഹിദീൻ മിൻ മശാരിഖിൽ അർളി ഇലാ മഗാരിബിഹാ ശൈഖ് മുഹമ്മദ് അബൂബക്കർ ബിൻ കുഞ്ഞിമായിൻ കോയ മുസ്ലിയാർ. മൂപ്പര് സ്വന്തം പരിചയപ്പെടുത്തിയെന്ന് ഞാൻ പറയല്ല, ഇവരുടെ മുരീദന്മാര് പ്രചരിപ്പിക്കുന്ന പുസ്തകത്തിൽ നിന്നാ വായിക്കുന്നത്. എന്താ ഇതിനർത്ഥം? ഈ ലോകത്തിന്റെ അച്ചുതണ്ടാണ് ഞാൻ, ലോകത്തിന്റെ മുഴുവൻ കറക്കവും നിയന്ത്രണവും നടത്തുന്നത് ഞാനാണ്. ഖുതുബുൽ ആലം, ലോകത്തിന്റെ അച്ചുതണ്ട്. ഇനിയോ റഈസുസ് സാഹിദീൻ, റഈസുസ് സാഹിദീൻ, പടച്ച റബ്ബിനെ കുറിച്ച് ഭക്തിയോടെ ജീവിച്ച് ഈ ദുനിയാവിനെ കുറിച്ചൊന്നും ചിന്തയില്ലാതെ, ഐഹിക ജീവിതത്തെ കുറിച്ചൊന്നും വിചാരമില്ലാതെ വിരക്തിയോടുകൂടെ ജീവിക്കുന്ന മഹാന്മാരുടെ പ്രസിഡന്റാണ് ഞാൻ, റയീസാണ് ഞാൻ. എവിടെ? ഈ ഒരു മടവൂരിൽ മാത്രം ഒതുങ്ങുന്നയാളല്ല ഞാൻ. മിൻ മശാരിഖിൽ അർളി ഇലാ മഗാരിബിഹാ, ഈ ഭൂമിയുടെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള എല്ലാ സാഹിദീങ്ങളുടെയും പ്രസിഡന്റും ലോകത്തിന്റെ തന്നെ ഖുതുബായ അച്ചുതണ്ടുമാണ് ഞാനെന്ന് ശൈഖുന തന്നെ അവകാശപ്പെടുന്നു. ഇതെഴുതിയിട്ട് മടവൂരി ശൈഖിന്റെ മുരീദ് പറയുന്നത് എന്താ? കേട്ടോളൂ. ഈ മഹൽ സ്ഥാനം ശൈഖുനാക്കുണ്ടായിരുന്നു എന്നതിൽ സന്ദേഹിക്കുന്നത് പോലും പാപമായിരിക്കും. ഈ സ്ഥാനം ശൈഖുനാക്കുണ്ടോന്ന് ആർക്കെങ്കിലും സംശയിച്ചാല്, അങ്ങനെ സംശയിക്കുന്നത് പോലും എന്താണെന്നാ പറയുന്നത്? പാപമാണ്. മാത്രല്ല, ഒരിക്കൽ സി എം മടവൂര് ഒരിക്കൽ അള്ളഹാനോട് ഇത് പറയും ചെയ്തു എന്നാണ്. കേട്ടോളൂ, എന്താ സി എം മടവൂര് അള്ളഹാനോട് പറഞ്ഞത്? ഹോ എന്റെ റബ്ബേ, നീ എന്തൊരു സ്ഥാനമാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. 100 വർഷത്തിനിടക്ക് ഈ പദവി നീ മറ്റൊരാൾക്കും നൽകിയിട്ടില്ലല്ലോ. സി എം മടവൂരി അള്ളഹാനോട് പറയുകയാണ് പോലും, ഹോ എന്റെ റബ്ബേ, എന്തൊരു സ്ഥാനമാണ് നീ എനിക്ക് നൽകിയിരിക്കുന്നത്. 100 കൊല്ലത്തിനിടക്ക് ഈ പദവി നീ മറ്റൊരാൾക്കും കൊടുത്തിട്ടില്ലല്ലോ. മുസ്ലിമേ, ഇങ്ങനെ ഒരു മുസ്ലിമിന് പറയാൻ പറ്റുമോ? ഇങ്ങനെ ഒരു മുസ്ലിമിന് പറയാൻ കഴിയുമോ? അമ്പിയാക്കള് പോലും അവരുടെ മഹത്വത്തെ കുറിച്ച് അവർ സംസാരിച്ചത് അവർക്ക് അല്ലാഹു പ്രത്യേകമായി വഹി കൊടുത്തത് കൊണ്ടാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പല മഹാത്മ്യങ്ങളും അവിടുത്തെ ചില പ്രത്യേകതകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിളിച്ചു പറഞ്ഞത് അത് ഫഖ്ർ പറയാനല്ല, ആരുടെയെങ്കിലും മേൽ പൊങ്ങച്ചം നടിക്കാനുമല്ല. മറിച്ചെന്തിനാണെന്നോ അല്ല പറയാൻ പറഞ്ഞിട്ട് വഹി അറിയിച്ചു കൊടുത്തത് കൊണ്ട് പറഞ്ഞു എന്നതല്ലാതെ നബി തങ്ങൾ അങ്ങനെ പൊങ്ങച്ചം പറഞ്ഞിട്ടില്ല. എന്നിട്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ആ കൽപ്പനകളെ പോലും ധിക്കരിച്ചുകൊണ്ട് പറയുന്നു. ഇനിയോ ഈ സി എം മടവൂരിനെ കുറിച്ചുള്ള അവകാശവാദം കേട്ടോളൂ. ആ ജീവിതത്തിൽ തിരുസുന്നത്തിനെതിരായി വല്ലതുമുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ആധുനിക ലോകത്തിന്റെ നിലപാടും ശൈഖുന ജീവിതം നയിച്ച ഭൂപരിധിയിലെ അവസ്ഥാവിശേഷങ്ങളും വെച്ചു നോക്കുമ്പോൾ എനിക്കേട്ടോ ആ ജീവിത ശൈലി മാത്രമായിരുന്നു ഏറ്റവും ഉത്തമമെന്ന് വ്യക്തമാകുന്നു. മഹാനവറുകൾ ജീവിച്ച ജീവിത ശൈലിയാണത്രേ ഏറ്റവും ഉത്തമമായ ജീവിത ശൈലി. പ്രവാചക സരണിയുടെ ജീവിക്കുന്ന മാതൃകയായിരുന്നു ശൈഖുന. മുരീദ് അവകാശപ്പെടുകയാണ്, സി എം മടവൂരിന്റെ ജീവിതം മാതൃകാ ജീവിതമാണ്, ഏറ്റവും ഉത്തമമായ ജീവിതമാണ് പോലും. പ്രവാചക സരണിയുടെ ജീവിക്കുന്ന മാതൃകയായിരുന്നു പോലും. അതേ മുസ്ലിമേ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പറയപ്പെടുന്ന രൂപത്തിലൊക്കെയുള്ള ഈ ഇല്ലാത്ത പ്രത്യേകതകൾ ഒരാളുടെ പേരിൽ വെച്ച് കെട്ടിയിട്ട് എന്താണ് ഈ സമുദായത്തിൽ നിന്ന് ഇവർ പ്രതീക്ഷിക്കുന്നത്? സമുദായത്തെ ആ ദർഗയിലേക്ക് ഒഴുക്കണം, ആളുകളുടെ വരവിന്റെ ആധിക്യം ഉണ്ടാക്കണം, എന്നിട്ട് പെട്ടിവെക്കണം. അതിന് പരസ്പരം പോരാട്ടമാണ്. ഒരു കൂട്ടർക്ക് ഖബർ കിട്ടിയിട്ടുണ്ട്, മറ്റേ കൂട്ടർക്ക് ഖബർ കിട്ടിയില്ലെന്ന് വന്നപ്പോൾ അതേ തൊട്ടപ്പുറത്തൊരു സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഒരു പ്രത്യേക പെട്ടി വെച്ചിട്ട് അവരും പണം വാങ്ങുന്നു. അപ്പോൾ വിദൂരദേശത്ത് നിന്ന് വരുന്നവർ ഇതാണ് ഒറിജിനൽ പെട്ടി എന്ന നിലയ്ക്ക് ഇവിടെ പണമിടുമ്പോൾ മറ്റേ സ്ഥലത്ത് കമ്മി വന്നപ്പോൾ ഇങ്ങേ സ്ഥലത്ത് പടുകൂറ്റൻ വലിയ കമാനമുണ്ടാക്കിയിട്ട് വേറെയും പെട്ടിപ്പിരിവ് നടത്തേണ്ടി വരുന്നു. എന്തിനാണ് ഈ ചൂഷണങ്ങളൊക്കെ?
ഔലിയാക്കളെന്ന് പറയപ്പെട്ടിട്ട് അവരുടെ മേലില്ലാത്തത് പ്രചരിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ വ്യക്തിയുടെ ജീവിതമാണോ മുസ്ലിമീങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതമായിരുന്നുവോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമിന്റെ സരണി? ആരാ ഇദ്ദേഹത്തിന്റെ ഗുരു എന്ന് മനസ്സിലാക്കണം. ഗുരുവിനെ മനസ്സിലാക്കിയാ പിന്നെ അപ്പുറം അധികം പറയേണ്ടതില്ലല്ലോ. പുലിമൊയ്തീനാണ് ഉസ്താദ്, പുലിമൊയ്തീനാണ് മടവൂരിന്റെ ഉസ്താദ്. എന്താണ് പുലിമൊയ്തീന്റെ വിശേഷണം? ചുവന്ന കണ്ണുകൾ, വെട്ടിയൊതുക്കാത്ത കൊമ്പൻ മീശ. മുസ്ലിമിന്റെ വേഷമാണോ? മുസ്ലിമേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മീശ വെട്ടിച്ചെറുതാക്കണം, താടി വളർത്തണം. സാന്ദർഭികമായി പറയട്ടെ, മീശ ഇങ്ങനെ കട്ടിയിൽ വെച്ച് താടി ക്ലീൻ ഷേവ് ചെയ്ത് നടക്കുന്ന ചെറുപ്പക്കാരാ, പ്രായമുള്ളവരെ, ഇത് ഇസ്ലാമല്ല. അള്ളാഹിനോട് നിങ്ങൾക്ക് പ്രത്യേകമായ മഹബത്തുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇഷ്ടമുണ്ടോ? താടി വളർത്തിക്കോളണം, താടി വടിച്ചു കളയരുത്. മീശ വെട്ടി ചെറുതാക്കണം. ചുണ്ടിലേക്ക് ഇറങ്ങുന്ന മീശ വേണ്ട. ആ രൂപത്തിൽ വളരുന്ന മീശകൾ വെട്ടിച്ചെറുതാക്കിയിട്ട് അതേ താടി വളർത്തിക്കോ. അതാണ് ഇസ്ലാമിന്റെ നിയമം. താടി ഇങ്ങനെ വടിച്ചു കളയുന്ന പാരമ്പര്യം മുസ്ലിമിന്റെതല്ല, മറ്റാരുടെയോ സംസ്കാരമാണ്. അതുകൊണ്ട് റബ്ബിനോട് സ്നേഹമുണ്ടോ? റസൂലുള്ളാഹിനോട് പ്രിയമുണ്ടോ? നാളെ മഹ്ശറിൽ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിൽ നിന്നുള്ള ശുദ്ധജല പാനീയം കുടിപ്പിക്കപ്പെടണോ? നബി തങ്ങളെ സന്തോഷത്തോടെ കാണണോ? അള്ളാന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കണോ? റബ്ബിന്റെ കൽപ്പനകളെ ധിക്കരിക്കാതെ ജീവിച്ചോളണം. ശരി, ആ വിഷയത്തിലേക്ക് മടങ്ങുന്നു. CM മടവൂരിന്റെ ഉസ്താദിന്റെ കോലമാ പറയുന്നത്. ചുവന്ന കണ്ണുകളുണ്ട്, കൊമ്പൻ മീശയാണ്. അതേ, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ സാധാരണ തുണിയും കുപ്പായവുമല്ല ധരിക്കുന്നത്, പുലിത്തോലാണ്. അതുകൊണ്ട് പുലിത്തോലും പുതച്ച് കൊമ്പൻ മീശയും ചുവന്ന കണ്ണും അതേ ഉണ്ട കണ്ണുമായി നടന്നാ പിന്നെ വല്ലാത്ത വലിയ തന്നെ. ഇനി മൂപ്പരുടെ ശരീരപ്രകൃതം അങ്ങനെയാണെങ്കിൽ ഇബാദത്തിന്റെ കാര്യമോ? പറഞ്ഞിരുന്ന ദിക്റൊന്നും ഞാൻ ഇപ്പൊ ഇവിടുന്ന് പറയുന്നില്ല. മൂപ്പരെ കാണാൻ പോയവരൊക്കെ മൂപ്പരൊരു ദിക്റ് പറയാറുണ്ട്, ഞാനൊരു നേർച്ച പേര് വിളിക്കാറുണ്ട്. ഞാനത് ഇവിടെ എനിക്ക് ഒരു ഭാഷയിലും പറയാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതായിരുന്നു മൂപ്പരെ ദിക്റ്. വായിന്ന് എടുത്താ അതേ മൂപ്പര് പറയൂ. പോകട്ടെ, എന്നാലോ നിസ്കരിക്കോ? നിസ്കരിച്ചാ പിന്നെ വലിയ ആകൂലല്ലോ. നിസ്കാരമില്ല, നോമ്പുണ്ടോ? ഒട്ടുമില്ല, ആ പരിപാടിയല്ല. മൂപ്പര് 3 വർഷക്കാലത്തിനിടക്ക് ഒരാളുടെ വീട്ടിൽ 3 കൊല്ലം ഈ പുലിമൊയ്തീൻ താമസിച്ചു എന്നാണ്. ആരാ പുലിമൊയ്തീൻ? മടവൂരി ശൈഖ് എന്ന് പറയപ്പെടുന്ന CMന്റെ ഉസ്താദായ പുലിമൊയ്തീന്റെ ആ പുലിമൊയ്തീൻ ഒരു സ്ഥലത്ത് ഒരു മൂപ്പന്റെ വീട്ടിൽ 3 കൊല്ലം താമസിച്ചപ്പോൾ 3 കൊല്ലത്തിനിടയിൽ ഒരു ദിവസം മാത്രമാണ് മൊയ്തീൻ സാഹിബ് മഗ്രിബും ഇശായും നിസ്കരിച്ചത്. 3 കൊല്ലത്തിനിടക്ക് ഒരൊറ്റ ദിവസം മാത്രമാണ് മഗ്രിബി ഇശായും കൂടി ആര് നിസ്കരിച്ചത്? പുലിമൊയ്തീന്. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ട, 3 കൊല്ലത്തിനിടക്ക് ഒരു മഗ്രിബിയെങ്കിലും കിട്ടിയാലോ, ഒരു ഇശയെങ്കിലും കിട്ടിയാലോ. അതും ഇല്ലാന്നാ നീ പറയാൻ പോണത്. കേട്ടോളി. അന്ന് മൂപ്പര് എന്ത് ചെയ്തു? അന്ന് പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഞാൻ ഹറമിൽ ഇമാമ് നിൽക്കുകയാണെന്ന് കൂടെയുള്ളവരോട് പറഞ്ഞു. അന്ന് മൂപ്പര് പുതിയ ഉപ്പായം തുണിയൊക്കെ എടുത്ത് പുലിത്തോലൊക്കെ മാറ്റിവെച്ച് മൂപ്പര് പുതിയ വസ്ത്രമൊക്കെ എടുത്തിട്ട് കൂടെയുള്ള ആൾക്കാർ ആരൊക്കെയാ? ഒന്ന് CM മടവൂരുണ്ട്, പിന്നൊരു ബാവു എന്ന അഹമ്മദ് കോയ ആജിയാരുണ്ട്, പിന്നെ വേറൊരു ആജിയാരുണ്ട്. ഇവരൊക്കെ കൂടെ. അവരോട് പറഞ്ഞ് ഇന്ന് ഞാൻ നിസ്കരിക്കാണ്. എവിടെ? എന്താ എവിടെ? ഞാൻ ഇന്ന് ഹറമിൽ ഇമാമ് നിൽക്കാണ്. എന്തും പറഞ്ഞൂടെ? കാലക്ക് സുഖമില്ലല്ലോ. പിന്നെ ആ സാധുക്കളെ പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രാന്തനായിട്ടും നടക്കാൻ സമ്മതിക്കാത്ത കുറെ അരപ്പിരികളും മുഴുപ്പിരികളും ഉണ്ട് ഇവിടെ, കുറെ മൂലയന്മാര്. ഇവരാണ് പ്രശ്നക്കാര്, ഇവരാണ് ഈ സമുദായത്തിന്റെ ഉത്തരവാദികള്. ഭ്രാന്തന്മാരായിട്ട് പോയി. നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ ആളെ ചികിത്സിക്കുകയോ അതിനു വേണ്ട മാർഗങ്ങളോ നോക്കാതെ ഭ്രാന്തന്മാർ അതിന്റെ പാട്ടിന് വിടാതെ നടക്കുന്ന അരപ്പിരിയും മുഴുപ്പിരിയും ഒക്കെ ഉള്ള കുറെ ആൾക്കാരുണ്ട്. അതിന് ചിലപ്പോ പേര് സഖാഫീനാകും, ചിലപ്പോ അഹ്സനീനാകും, ചിലപ്പോ ഒരുപാട് പേരുകൾ ഉണ്ടാവും. ചിലപ്പോ ഖുതുബുൽ അഖ്താബ്, വലിയുല്ലാഹി, അല്ലെങ്കിൽ മറ്റേ കുന്ദ്രൂസുൽ ഉലമ എന്നൊക്കെ സ്ഥാനപ്പേരുകളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഈ പുലിമൊയ്തീൻ ഒരൊറ്റ ദിവസം മരിവീശി നിസ്കരിക്കാൻ പോവുക.
പറഞ്ഞതന്നെ എന്താ, ഞാൻ ഇപ്പൊ ഹറമിൽ ഇമാമ് നിൽക്കുക എന്നും പറഞ്ഞ്, എന്നാ ശരി ഹറമിൽ ഇമാമ് നിൽക്കുക എന്നൊക്കെ സാധു കരുതിക്കോട്ടെ, എന്നാലും നിസ്കാരം ബാത്തിലാവൂല നിങ്ങൾ തോന്നുന്നുണ്ടോ? ഇനി കേട്ടോ പറയാൻ പോകുന്നത്. ഇതും പറഞ്ഞിട്ട് മൂപ്പര് സഊദിയിലെ അസ്തമയം കണക്കാക്കി മഗ്രിബിന്റെ നേരത്താണ് നിസ്കരിച്ചത്. കോഴിക്കോട്ടുള്ള പുലിമൈദീന് മഗ്രിബ് നിസ്കരിച്ചപ്പോഴാണ് സൗദിയിൽ അസ്തമയം കണക്കാക്കിയിട്ട്. അപ്പൊ എന്തായാലും മഗ്രിബും കഴിഞ്ഞ് ഇവിടുത്തെ 2-2.5 മണിക്കൂർ സൗദി അറേബ്യക്ക് വ്യത്യാസം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടാ മൂപ്പര് നിസ്കരിച്ചത്. അപ്പൊ അന്നത്തെ മഗ്രിബ് ഇശയില്ല. മൂപ്പര് മാത്രല്ല, ശൈഖുനായും ആജേരും ബാവു എന്ന അഹമ്മദ് കോയയും സാഹിബിനെ തുടർന്ന് നിസ്കരിക്കുകയും ചെയ്തു. അവരതും പോയി. ഇങ്ങനെ എല്ലാവരുടെ നിസ്കാരവും കൊളമാക്കി ബാത്തിലാക്കിയിട്ട് നടന്ന്, നിസ്കാരമില്ലാത്ത നോമ്പില്ലാത്ത മാത്രമല്ല, മൂപ്പര് കിടന്നിരുന്ന വീട് ഞാൻ പറയണ്ടല്ലോ, കിടന്നിരുന്ന വീട്ടില് മൂപ്പരങ്ങനെ കിടന്നിട്ട് മൂത്രയിക്കാൻ മുട്ടിയാൽ എഴുന്നേറ്റ് ആ റോട്ടിലേക്ക് നേരെ ആളുകൾ പോകുന്നിടത്തേക്ക് അങ്ങനെ തിരിഞ്ഞു നിന്ന് മൂപ്പരങ്ങ് മൂത്രയിക്കും. ഒരു പ്രശ്നമല്ല. പെണ്ണുങ്ങൾ പള്ളിക്കൽക്ക് ഒരിക്കലും പോകാൻ പാടില്ല എന്നല്ലേ ഇവരുടെ ഫത്വ. പക്ഷെ മൂപ്പര് താമസിച്ചിരുന്ന വീട്ടിലെ ഒരു പെണ്ണ് ഒരു ജുമാക്ക് പള്ളിയിലേക്ക് പോയി. എന്തിനാ നിങ്ങൾ അറിഞ്ഞോ ആ സംഭവം? മൂപ്പര് താമസിച്ചിരുന്ന വീട്ടിലെ ഒരു പെണ്ണ് ഒരു ദിവസം വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിൽ ഓടി. എന്താ കാരണം? പുലിമൊയ്തീൻ സാഹിബ് കിടന്ന് മൂപ്പര് ഈ കൃത്യമൊക്കെ നിർവഹിച്ച് 2 നിർവഹിക്കാൻ ചിലപ്പോ മൂപ്പര് താഴ്ത്തിറങ്ങിയിട്ട് വിളമ്പും. ഇത് വീട്ടുകാരനാ അത് വൃത്തിയാക്കല്. അങ്ങനെ വീട്ടുകാരനാണെങ്കിൽ അന്ന് ജുമഴക്കും പോയിക്കുന്നു, പെണ്ണുങ്ങളതിന് കിട്ടൂല. മൂപ്പർക്ക് അത്രയാണ് ഭക്തി ഓടിയിട്ടില്ല ഈ പെണ്ണിന്. അപ്പൊ എന്തായി, മൂപ്പര് ഈ കൃത്യം നിർവഹിച്ചു. ജുമ അവിടെ നടക്കുമ്പോ മൂപ്പര് ഈ കൃത്യം നിർവഹിച്ചിരിക്കുന്നു. അപ്പൊ പെണ്ണ് പള്ളിയിലേക്ക് ഓടി. എന്തിനാ? പുതിയാപ്പെണ്ണെ വിളിച്ചോണ്ടരാ, എന്താ പണി ഒപ്പിച്ചിട്ടുണ്ട്, ക്ലീനാക്കാൻ വന്നോളണം. ഇത് പറയാനാ അന്ന് പള്ളിയിൽ പോയത്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ സമുദായത്തെ കൊണ്ട് പറയിപ്പിക്കാൻ കുറെ ആളുകൾ, കുറെ സഖാഫിമാര്, കുറെ അഹ്സനിമാര്, കുറെ ആളുകൾ ഈ സമുദായത്തെ കൊണ്ട് പറയിപ്പിക്കാൻ, ഇസ്ലാമിന്റെ പേര് കളയാൻ, ഇസ്ലാമിന്റെ വൃത്തിബോധം നശിപ്പിക്കാൻ, ഇസ്ലാമിലെ വിലായത്തെന്തെന്ന് ജനങ്ങളിൽ നിന്ന് തമസ്കരിച്ച് മറച്ചു പിടിക്കാൻ, ഈ സമുദായത്തെ ചൂഷണം ചെയ്യാൻ, അവരുടെ പണം തട്ടാൻ, അവരുടെ ഈമാൻ നശിപ്പിക്കാൻ ഈ സമുദായത്തിൽ കുറെ പാതിരിമാരുണ്ടായിരിക്കുന്നു, കുറെ അഹ്ബാറുകൾ ഉണ്ടായിരിക്കുന്നു, കുറെ റുഹ്ബാനുകൾ ഉണ്ടായിരിക്കുന്നു. ഖുർആൻ പറഞ്ഞതുപോലെ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലന്നാസ്. വളരെ കൃത്യമായിട്ടാണ് അല്ലാഹു പറയുന്നത്. ജനങ്ങളുടെ മുതൽ തിന്നാൻ വേണ്ടി കുറെ ആളുകൾ, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയാൻ വേണ്ടി കുറെ മൗലാനമാര്, ഇവര് ജനങ്ങളെ പഠിപ്പിക്കുന്ന കോലമാണിത്. പിന്നെ അപ്പൊ ഇയാളുമായിട്ടാണ് ഒരാൾക്ക് ബന്ധമെങ്കിൽ പിന്നെ ആ ശിഷ്യന്റെ കാര്യം പറയണോ? ഉസ്താദിന്റെ കോലം ഇങ്ങനെയാണെങ്കിൽ ശിഷ്യന്റെ കാര്യം പറയണോ? അതെ, ആ പുസ്തകത്തിൽ തന്നെ അവകാശപ്പെടുന്നു, മൊയ്തീൻ സാഹിബുമായി ബന്ധപ്പെട്ടത് മുതൽക്കാണ് വ്യക്തമായ വ്യതിയാനങ്ങൾ ദൃശ്യമായി തുടങ്ങിയത്. ഈ പുലിമൊയ്തീനുമായിട്ട് CM മടവൂരി എന്ന് ബന്ധപ്പെട്ട് തുടങ്ങിയോ അന്ന് മുതൽ അയാളിൽ വ്യതിയാനങ്ങൾ തുടങ്ങി. ആരാ എഴുതുന്നത്? CM മടവൂരിന്റെ മുരീദ് എഴുതാണ്. ശൈഖുനായിൽ വ്യക്തമായ വ്യതിയാനങ്ങൾ ദൃശ്യമായി തുടങ്ങിയത് എപ്പോഴാ? ഈ മൊയ്തീൻ സാഹിബുമായി ബന്ധപ്പെട്ടത് മുതൽക്കാ. എന്തൊക്കെയാ? മൂപ്പര് കല്യാണമൊക്കെ കഴിച്ചിങ്ങനെ ജീവിക്കായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോ കുടുംബജീവിതത്തോട് വിരക്തി, പിന്നെ പെണ്ണുങ്ങളോട് മിണ്ടൂല. CM കുടുംബജീവിതത്തോട് വിരക്തി, ഉമ്മയോടും ഭാര്യയോടും മിണ്ടാതായി എന്ന് മാത്രമല്ല, പ്രത്യേകമായ മർത്തബയിലേക്ക് മൂപ്പര് ഉയരുകയാണ്. ആ പ്രത്യേകമായ മർത്തബയിലെത്തിയപ്പോൾ, പ്രത്യേകമായ ദർജയിലെത്തിയവരാണല്ലോ ഇവരുടെ കൂട്ടത്തിൽ ഉമ്മാനോട് മിണ്ടാത്തത്. ഒരു മുസ്ലിമിനത് പറ്റില്ലല്ലോ. ഒരു മുസ്ലിമിന് പെറ്റ തള്ളയോട് മിണ്ടാതിരിക്കാനാകുമോ? കെട്ടിയ പെണ്ണിനോട് മിണ്ടാതിരിക്കാനാകുമോ? അവളെ ഒറ്റക്ക് ജീവിക്കാൻ വിടാനാകുമോ? ഉമ്മയെ സ്നേഹിക്കാതിരിക്കാനാകുമോ? അതേ, കുടുംബജീവിതത്തിൽ വേണ്ടത് ബാധ്യതകൾ നിർവഹിക്കാതെ ജീവിക്കാൻ ഒരു മുസ്ലിമിന് പാടുണ്ടോ? CM പുലിമൊയ്തീനുമായി ബന്ധപ്പെട്ടത് മുതൽക്ക് അതാ കുടുംബജീവിതത്തോട് വിരക്തിയായി, ഉമ്മയോട് മിണ്ടാതായി, ഭാര്യയോടും മിണ്ടാതായി. മൂപ്പരിങ്ങനെ ഉമ്മനോട് മിണ്ടാതെ പ്രത്യേകമായ ദർജയിൽ ഇങ്ങനെ കഴിയുമ്പോ അസം മുസ്ലിയാര് പോയിട്ട് CM പറഞ്ഞു പോലും, നിങ്ങൾ ഇങ്ങനെ ഉമ്മനോട് മിണ്ടാതിരിക്കുന്നത് ശരിയല്ല,
അപ്പോഴേക്ക് മൂപ്പരുടെ ആ കാലഘട്ടം 2 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് പോലും. 3 കൊല്ലം കണക്കാക്കി ഇരുന്നതാ. എന്തിനിരുന്നതാ? പ്രത്യേക ദറജ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇരുത്തണ്ട് വരിക്ക്. അങ്ങനെ ഒഴിഞ്ഞിരുത്തത്തിൽ 3 കൊല്ലം കണക്കാക്കിയിട്ടാ ഇരുന്നത്. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉമ്മനോട് മിണ്ടുന്നില്ല. അപ്പൊ ഒരു മോലിയർ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഉമ്മാനോട് മിണ്ടാതിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു പ്രേരിപ്പിച്ചപ്പോ 2 കൊല്ലം കഴിഞ്ഞപ്പോ CM എന്ത് ചെയ്തു? ഉമ്മ വന്ന് സലാം പറഞ്ഞപ്പോ ഒന്ന് വഅലൈക്കുമുസ്സലാം എന്ന് മടക്കി ഉമ്മാനോടൊന്ന് മിണ്ടി. 2 കൊല്ലം കഴിഞ്ഞിട്ടാ സലാം മടക്കണത്. മാത്രല്ല അതന്നെ വലിയ അപരാധമായി പോയി എന്ന് മൂപ്പർക്ക് തോന്നി. അതുകൊണ്ട് മൂപ്പരെന്ത് ചെയ്തു? താൻ ഇതുവരെ തുടർന്നു പോന്ന തന്റെ പ്രത്യേകമായ സ്ഥാനത്തിന് ഇപ്പൊ തടസ്സം നേരിട്ട് ഉമ്മനോട് മിണ്ടിയതുകൊണ്ട് 3 കൊല്ലം കണക്കാക്കിയത് തെറ്റിപ്പോയിരിക്കുന്നു. ഇനി വേറെ 2 കൊല്ലം കൂടി നടത്തണം എന്ന് വിചാരിച്ച് മൂപ്പർ 5 കൊല്ലമാക്കി ആ ജീവിതം എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മുസ്ലിമിന് പാടുണ്ടോ ഉമ്മനോട് മിണ്ടാതിരിക്കാൻ, ഭാര്യയോട് മിണ്ടാതിരിക്കാൻ? മൂപ്പരെ പെങ്ങൾക്ക് കുറച്ച് ഇൽമുണ്ടായിരുന്നു എന്നാ മനസ്സിലാവേണ്ടത്. മൂപ്പരെ പെങ്ങൾക്ക് കുറച്ച് ഇൽമുണ്ടായിരുന്നു എന്നാ. കാരണം മൂപ്പരിങ്ങനെ വീട്ടിലൊന്നും വരാതെ ഭാര്യക്ക് എണ്ണയും സോപ്പും വാങ്ങി കൊടുക്കൂല, ഉമ്മാനോട് മുണ്ടൂല, ഭാര്യയോട് മുണ്ടൂല, വീട്ടിലേക്കൊരു ബന്ധവുമില്ല. അങ്ങനെ മൂപ്പരിങ്ങനെ ജീവിക്കുമ്പോൾ പെങ്ങൾ ആമിനയതാ ഇദ്ദേഹം ഇരിക്കുന്ന പള്ളിയിലേക്ക് പോകുന്നു. ആമിന പോയിട്ട് എന്താ പറഞ്ഞത് കേട്ടോളണം. ഇവര് തന്നെ എഴുതിയതുപോലെ ഞാൻ വായിക്കാം. അബൂബക്കറേ, അല്ല അബൂബക്കറേ, ഇങ്ങനെയൊക്കെ ചെയ്താലേ സ്വർഗത്തിൽ കടക്കൂ എന്നാണോ വിചാരിക്കുന്നത്? പെങ്ങളാണ് ചോദിക്കുന്നത് ഖുതുബുൽ അഖ്താബിനോട്, ഇങ്ങനെയൊക്കെ ചെയ്താലേ സ്വർഗത്തിൽ കടക്കൂ? അന്നെ പെറ്റ ഉമ്മാന്റെ അടുത്തേക്കൊന്നും പോകാതെ ഇങ്ങനെ പള്ളിയിലിരുന്നാൽ മതിയോ? ദർസിലെ കുട്ടികളെയൊക്കെ പുറത്താക്കിയത് എന്തിനാ? ഇതൊക്കെയാണോ നീ പഠിച്ചിരിക്കുന്നത്? മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കാണ്. അല്ല മോനെ, അനക്കൊരു കെട്ടിയോളില്ലേ? അവൾക്ക് എണ്ണ വേണ്ടേ, സോപ്പ് വേണ്ടേ എന്ന വല്ല ചിന്തയും അനക്കുണ്ടോ? പെങ്ങള് വിളിച്ചു ചോദിക്കേണ്ട അവസ്ഥ വരെ വന്നു. മാതൃകാ ജീവിതമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതേ സരണി പകർത്തിയ മാതൃകാ ജീവിതമാണ് പോലും. അതേ എത്രയോ ഭാര്യമാരുണ്ടായിരുന്ന പ്രിയപ്പെട്ട ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരാളോടും മിണ്ടാതിരുന്നിട്ടില്ല, അനീതി കാണിച്ചിട്ടില്ല. യാത്ര പോവുകയാണെങ്കിൽ നറുക്കെടുപ്പ് നടത്തിയിട്ടെങ്കിലും ഇന്ന് കൂടെ കൊണ്ടുപോകേണ്ടത് ഏത് ഭാര്യയാണെന്ന് തീരുമാനമെടുക്കാതെ ഹബീബ് യാത്ര പോയിട്ടില്ല. അതെ, എന്ത് തന്നെ വിഷമങ്ങളാണെങ്കിലും അവർക്ക് ചെലവിന് കൊടുക്കാത്തൊരു ദിവസം റസൂലുള്ളാഹിക്കുണ്ടായിട്ടില്ല. എന്നിട്ട് ആ നബി തങ്ങളുടെ വലിയ മഹത്വം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഉത്തമമായ ജീവിതം നയിച്ച നേതാവാണ് CM എഴുതിവെച്ച മുരീദേ. നിങ്ങളും മറുപടി പറയണം. എന്താ മറുപടി പറയേണ്ടത്? പെങ്ങള് ചോദിക്കേണ്, അല്ല മോനെ, എനക്കൊരു കെട്ടിയോളില്ലേ? അവൾക്ക് എണ്ണയും സോപ്പും വേണോ എന്ന് വല്ല ചിന്തയും മനക്കുണ്ടോ? പെറ്റ തള്ളയോട് പോലും മിണ്ടാതെ ഇങ്ങനെ പള്ളിയിലിരുന്നാൽ ഇതാണോ സ്വർഗം കിട്ടാനുള്ള വഴി എന്നാണോ ഇനി പഠിച്ചത്? ആ മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കാണ് ഈ പെങ്ങള് എന്ന് ആമിനത്താത്ത ചോദിച്ചപ്പോൾ മഹ്മൂദ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ തന്റെ മുരീദിനെ വിളിച്ചുകൊണ്ട് മൂപ്പര് പറയുന്നു, കൊണ്ടുവാ പേനയും അതുപോലെ തന്നെ കടലാസും. മൂപ്പർക്കൊരു കുറ്റബോധമൊന്നുമില്ല. ഉടനെ വിളിച്ചു, മഹ്മൂദ്. നീട്ടിയൊരു വിളിയാണ്. മഹ്മൂദേ വേഗം വാ. പെങ്ങളിത് പറഞ്ഞപ്പോ മൂപ്പർക്ക് വല്ല മാറ്റം വന്നു ഞങ്ങൾ വിചാരിക്കണത്. മാറ്റം വേറെയാ വന്നത്. മൂപ്പർ എന്ത് ചെയ്തു? മഹ്മൂദേ കൊണ്ടുവാ പേനയും കടലാസും, എന്നിട്ട് എഴുത്. എന്താ എഴുതാൻ കൽപ്പന? പെരിയട്ടിച്ചാലിൽ അബൂബക്കർ ഹാജിക്ക്, ചിറ്റടിമീത്തൽ മുഹമ്മദ് അബൂബക്കർ. എഴുതുന്നത് നിങ്ങളുടെ മകൾ സൈനബയെ 1, 2, 3 തലാഖ് ചൊല്ലി ഞാൻ പിരിച്ചിരിക്കുന്നു. ഇതാണ് പരിപാടി. എന്താണ് അമ്മോശാക്കാനെ? പെരിയട്ടിച്ചാലിൽ അബൂബക്കർ ഹാജിക്ക്, ചിറ്റടിമീത്തൽ മുഹമ്മദ് അബൂബക്കർ. കഴിഞ്ഞു, കാര്യം കഴിഞ്ഞു. നിങ്ങളുടെ മകൾ സൈനബയെ 1, 2, 3 തലാഖ് ചൊല്ലി ഞാൻ പിരിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും നല്ല ജീവിതത്തെ മാതൃകയാക്കിയ നേതാവ്, ഉത്തമമായ നേതാവ്, എല്ലാം കൊണ്ടും മാതൃകാപരമായ ജീവിതം നയിച്ച നേതാവ്. അതുകൊണ്ടും മാത്രം തീർന്നില്ല, താടി പറ്റേ വടിച്ചു കളയും, സ്വർണമോതിരം ധരിക്കും, സ്വർണ ചെയിനും ധരിക്കും. അതൊന്നും മൂപ്പർക്കൊരു വിഷയമല്ല. മാത്രല്ല അമുസ്ലിമീങ്ങളുടെ വാഹനത്തിൽ പോലും കയറൂലാന്നാ. ഏതെങ്കിലും ഒരു വാഹനത്തിൽ കയറിയിട്ട് ആരുടെ വാഹന? അമുസ്ലിമിന്റെ. മൂപ്പര് ഇറങ്ങിപ്പോകും. എന്ത് ഇസ്ലാമാത്? ഇതെന്ത് ഇസ്ലാമാ?
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളുമായി ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടില്ലേ? യഹൂദികളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടില്ലേ? യഹൂദിയുടെ ജീവിതത്തിൽ അതേ ഭൗതികമായ പലതിലും അവിടുന്ന് സഹകാരിയായിട്ടില്ലേ? അവിടുന്ന് മക്കത്തുനിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള കുറുക്കു വഴി അറിയാൻ വേണ്ടി വഴികാട്ടിയായി സ്വീകരിച്ചത് അമുസ്ലിമിനെ അല്ലേ? അതേ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നിങ്ങളോട് കുഴപ്പത്തിന് വരാത്ത, നിങ്ങളുടെ ദീനനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രയാസം വരുത്താത്ത, അതെ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്യാത്തവരായ ആ മുസ്ലിമീങ്ങളോട് നല്ല നിലക്ക് വർത്തിക്കുന്നത്, നീതിയിൽ വർത്തിക്കുന്നത് അല്ലാഹു നിങ്ങളോട് വിരോധിച്ചിട്ടില്ല. മാത്രമല്ല അത്തരക്കാരോട് പോലും നീതിയിൽ ജീവിക്കലാണ് റബ്ബിനിഷ്ടം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. പടച്ച റബ്ബിന് അവരോട് ഏറെ ഇഷ്ടമാണ്. അത് പഠിപ്പിച്ച ഖുർആനിന്റെ അനുയായിയാണ്. ഒരു അമുസ്ലിമിന്റെ കാറ് കയറിയാൽ, ഒരു അമുസ്ലിമിന്റെ ബസ് കയറിയാൽ മൂപ്പര് യാത്ര ചെയ്യൂല, അമുസ്ലിമിനെ പണിക്ക് വിളിക്കൂല, അമുസ്ലിമുമായിട്ടൊരു ബന്ധവുമില്ല. മൂപ്പർക്ക് പലപ്പോഴും പല പ്രയാസങ്ങളും പല വിഷമങ്ങളും ഉണ്ട്. നിസ്കരിക്കാൻ പലപ്പോഴും മൂപ്പർക്ക് ഓർമ്മല്ല, നോമ്പെടുക്കാൻ ഓർമ്മല്ല. എന്നാലോ ഒരു കാര്യത്തിൽ മൂപ്പർക്ക് ഒരു കുഴപ്പമില്ല, വഹാബിയെ കണ്ടാൽ സലാം പറയൂല, ഒരിക്കൽ പോലും മൂപ്പര് പറയൂല. അതിന് വലിയ കണിശത. വഹാബികളോട് ഭയങ്കര വെറുക്കൂലേ. കാരണം എന്താ? അടിമാന്തന ആയത്തു ഹദീസും അല്ലേ വഹാബി ഓതുന്നത്? അല്ലേ? അതല്ലേ ഹദീസും ആയത്തും അല്ലേ വഹാബി ഓതുന്നത്? പിന്നെ സഹിക്കോ? നിസ്കാരം തീരല്ല. ചോദിക്കാൻ ചെന്നവരോട് എന്താ പറഞ്ഞത്? വാതിലടച്ചു, വാതിലിലേക്ക് നോക്കാൻ പറഞ്ഞു. വാതിലിൽ ഒരു സ്ക്രീന് തെളിയുന്നു, CM മടവൂര് ഹറമിൽ ഇമാമായി നിസ്കരിക്കുന്നു. വേറൊരാൾ ചോദിക്കാൻ വന്നപ്പോൾ കൈപ്പത്തി കാണിച്ചു കൊടുക്കുന്നു. കൈവെള്ളയിലതാ ഹറം തെളിയുന്നു, കഅബ തെളിയുന്നു, CM ഇമാമത്ത് നിൽക്കുന്നു. മക്കയിൽ പോയിട്ടാണ് നിസ്കാരം. അതേ എപ്പോഴും മക്കയിലും മദീനയിലുമൊക്കെയാണ് ജുമഅയും ജമാഅത്തും. നിസ്കാരമില്ലെന്ന് മാത്രമല്ല, നോമ്പെടുക്കൂല എന്ന് മാത്രല്ല, എടുത്തവരെ മുറിപ്പിക്കുകയും ചെയ്യും. നോമ്പെടുക്കാത്ത ശൈഖാണ്. ആളുകൾ കാണാൻ വന്നാൽ നോമ്പിന്റെ പച്ചപ്പകൽ ചായയും പത്തിരിയും കഴിക്കും. കുടിച്ചതിന്റെ ബാക്കി മറ്റുള്ളവരെ കൊണ്ട് നിർബന്ധിപ്പിച്ചു കുടിപ്പിക്കും. നോമ്പ് മുറിപ്പിക്കുന്നു. ഔലിയയാണോ? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇതെങ്ങനെ ഔലിയയാകും പ്രിയപ്പെട്ടവരെ? ഇങ്ങനെയുള്ള ആളുകൾ യഥാർത്ഥ ഔലിയാക്കളാകുമോ? നമ്മൾ ശരിക്കൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഈ രൂപത്തിലാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച് എന്ന് പറയുന്ന വിധത്തിൽ പരിചയപ്പെടുത്തുന്നതെങ്കിൽ ഇനി കേട്ടോ ഇദ്ദേഹത്തെ കുറിച്ചുള്ള അവകാശവാദം. ശൈഖുനയുടെ സ്വഭാവ സവിശേഷതകൾ അവസരോചിതവും യുക്തവുമായിരുന്നു എന്ന് സൂക്ഷ്മ പരിശോധനയിൽ മനസ്സിലാക്കാവുന്നതാണ്. മൂപ്പരെ പറ്റി പറയാണ്, ഏതവസരത്തിലും അനുയോജ്യമായ നിലയിൽ അവിടുന്ന് ജീവിച്ചു. മകൻ എന്ന നിലയിൽ മാതാവിനോടും ഭർത്താവ് എന്ന നിലയിൽ ഭാര്യയോടും അർഹമായ വിധത്തിൽ ശൈഖുന കടമകൾ നിർവഹിച്ചു. ഇതൊക്കെ പറഞ്ഞ മനുഷ്യനായി ഇത് എഴുതുന്നത് നോക്കണമെങ്കിൽ, മകൻ എന്ന നിലക്ക് മാതാവിനോട്, ഭർത്താവ് എന്ന നിലക്ക് ഭാര്യയോട് എല്ലാ കടമയും പാലിച്ചിട്ടാ ശൈഖുന ജീവിച്ചത് എന്നൊരു മുരീദ് എഴുതുകയാണ്. ആദ്യം എന്താ എഴുതിയെന്ന് ഓർമ്മല്ല, പിന്നെന്താ പറയേണ്ടത് എന്ന് ഓർമ്മല്ല. അതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള വൈരുദ്ധ്യം മൂപ്പരിങ്ങനെ ഇടക്കിടക്ക് പുസ്തകത്തിൽ ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ടി വന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ആളോടാണ് എന്തിനും തേടുന്നത്. ഇപ്പോഴും തേടണത് മറലുകളെല്ലാം നീക്കി ശിഫ തരുവീരേ. മടവൂർ ശൈഖിനോട് പറയാണ്, എന്റെ എല്ലാ മറലുകളും നീക്കിയിട്ട് എനിക്ക് ശിഫ തരണം. എല്ലാ മറലും എല്ലാ രോഗവും. മൂപ്പര് ജീവിതകാലത്ത് എങ്ങനെയാ സുയിപ്പായത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മനുഷ്യന്മാര് ചിന്തിക്കണ്ടേ? മടവൂര് ജീവിതകാലത്ത് കണ്ണിന് കാഴ്ച നശിച്ച് വരുന്നോലെന്നും കാണാതായി,
വരുന്നവരോടൊക്കെ പറയാൻ തുടങ്ങിയത്, എനിക്ക് നിങ്ങളെ ശബ്ദം കേട്ടിട്ടല്ലാതെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, കൂടുള്ള ആൾക്കാരൊന്നും എനിക്ക് മനസ്സിലായണില്ല, കണ്ണിന് മൂപ്പർക്ക് അസുഖമായി, വേദനയായി, കയ്യിനും കാലിനും ഒക്കെ വ്രണം വന്നു, അത് പഴുപ്പ് നിൽക്കാതെയായി, ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് മൂപ്പര് പ്രയാസപ്പെട്ടു, വല്ലാതെ ബുദ്ധിമുട്ടീന്ന് ഇതേ മുരീര് തന്നെ എഴുതുന്നുണ്ട്. എന്നിട്ടും പറയാണ്, മറലുകളെല്ലാം നീക്കി ശിഫ തരുവീരേ, എല്ലാ രോഗങ്ങളും നീക്കിയിട്ട് എനിക്ക് ശിഫ തരണം. ഈ രൂപത്തിലാണ് ഓരോരുത്തരോടും കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ, ആളുകളൊന്ന് ആലോചിക്കാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വൻ വ്യവസായമാക്കാനായി ഇവരുടെ പരിപാടി. അതല്ല, വ്യവസായമാക്കി കഴിഞ്ഞു. എന്താ ഈ ജാറങ്ങൾക്കൊക്കെ ഇത്ര കടിപിടി? എന്താ മമ്പറത്തെ ജാറത്തിന്റെ പേരിൽ കടിപിടി? മമ്പറത്തെ ജാറത്തിന്റെ പേരിൽ ഇരു ഗ്രൂപ്പുകളും തമ്മിൽ ഭയങ്കര കടിപിടിയാണ്. എന്താ കാരണം? വരുമാനമുണ്ട്. അതേ ഈ കൊല്ലത്ത് കോഴിക്കോട്, കൊയിലാണ്ടിക്കടുത്ത കൊല്ലത്ത് പാറപ്പള്ളി മഖാമിന്റെയും അവിടുത്തെ ഖബറിന്റെയും പേരിൽ കടിപിടി. ഇവിടെയില്ലേ ഇവിടെ ഒരാള് ബൈത്തുൽ ഇസ്സ എന്നും പറഞ്ഞിട്ടൊരു സ്ഥാപനം നടത്തിയിട്ട് പാറപ്പള്ളിയുടെ പിരിവിനിരിക്കുന്നുണ്ട്. ആരാ വിദ്വാൻ? പാറന്നൂർക്കാരൻ, ഒരു മൊയ്ലിയേര്, പാറന്നൂര് മൊയ്ലിക്കുട്ടി മുസ്ലിയാര്. ആരാ? കാളമ്പാടി ഉസ്താദിനെ കാളാന്ന് വിളിച്ചാള്, കാളമ്പാടിയെ കാളാന്ന് വിളിച്ചാള്. മനസ്സിലായില്ലേ? എസ് കെ കുട്ടികൾ എന്ന മൂരിക്കുട്ടികൾ. നല്ല സംസ്കാരല്ലേ? ഇവരൊക്കെ ഒറ്റക്കെട്ടാണെന്നാ പറയണത്. നാദാപുരത്ത് നിന്ന് നമ്മുടെ പേരോട് മുസ്ലിയാരി പറഞ്ഞു, മൗലവി EK AP സംസ്ഥാന ദക്ഷിണ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നാദാപുരത്ത് വന്ന് ഞങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കണ്ട, ഞങ്ങൾ ഒറ്റക്കെട്ടാണ് മൗലവി എന്നിങ്ങനെ ആക്രോശിച്ചിരുന്ന മൗലാനക്കിപ്പോ ഒറ്റക്കെട്ടൊക്കെ പോയി 3 കെട്ട് കെട്ടാൻ തുടങ്ങി. 3 കെട്ടാ. അപ്പൊ കുളിപ്പിച്ച് കടത്തലാ മൂപ്പരെ പടി കുളിപ്പിച്ച് കടത്തല. അപ്പൊ മറ്റേ കൂട്ടർ പറയും, നിങ്ങളെ കുളിപ്പിക്കാതെ നാറ്റി പൊതപ്പിച്ച് കടത്തും ഞങ്ങള്. ഇപ്പൊ നല്ല ഒറ്റക്കെട്ടല്ലേ? നല്ല ഒറ്റക്കെട്ട. എന്തേ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നറിയോ? റസൂലുള്ളാഹിനെ കൊണ്ടാ നിങ്ങളെ കളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ടാ കളി. അക്കളി തീക്കളിയാ മോനെ, അക്കളി തീക്കളിയാണ്, സൂക്ഷിച്ചോളണം. അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ ജാറങ്ങളുടെ പേരിൽ അടിപിടി, ദർഗകൾക്ക് വേണ്ടി കടിപിടി, മഖാമുകൾക്ക് വേണ്ടി കേസും, അതുപോലെ തന്നെ വക്കാലത്തും കോടതിയും. മമ്പുറം ജാറത്തിന്റെ കാര്യത്തിൽ തർക്കം. ഞാനിപ്പോൾ സംസാരിക്കുന്നത് മടവൂർ ജാറത്തിന്റെ സമീപത്തല്ലേ? ആ മടവൂരിലും തർക്കമില്ലേ? എന്തിനാണ് 2 സ്ഥലത്ത് പെട്ടിപ്പിരിവ്? എന്തിനാണ് 2 സ്ഥലത്ത് പാട്ടപ്പിരിവ്? ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന അരിയുഞ്ചാക്ക് മറ്റേ സ്ഥലത്ത് ഇട്ടു എന്ന് പരാതി വന്നില്ലേ? ഒരു സ്ഥലത്തേക്ക് ഇടേണ്ട പൈസ മറ്റേ സ്ഥലക്കാർ തട്ടിയെടുത്തു എന്ന പരാതി വന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഏത് മഖ്ബറയിലേക്ക് പോയപ്പോഴാണ് അരിയും ചാക്കും കൊണ്ടുപോയത്? അതേ, ചന്ദനത്തിരിയും കൊണ്ടുപോയത്, വിളക്ക് കൊളുത്താനുള്ള തിരിയും അതുപോലെ തന്നെ നൂലും കൊണ്ടുപോയത്. അതേ, അവിടെ പെട്ടി വെച്ചത്, അവിടെ പെട്ടി ഉണ്ടാക്കിയത് ഇരുമ്പ് കൊണ്ടോ അതോ കഞ്ഞിരക്കുറ്റി കൊണ്ടോ ഈത്തപ്പന തടി കൊണ്ടോ? ഏത് തുണിയാണെന്ന് അവിടെ മൂടിയത്? ഏത് പെയിന്റാണെന്ന് കവറുകൾ കടിച്ചത്? ഏത് രൂപത്തിലുള്ള സുജൂദാന്ന് നടത്തിയത്? ആരാണ് അവിടെ മുത്തമിട്ടത്? ആരാണ് അവിടെ കവർ തടകിയത്? ആരാണ് അവിടെ പോയി വിളിച്ചു തേടിയത്? ആരാണ് അവിടെ വിളിച്ചുകൊണ്ട് അതേ എല്ലാ സങ്കടങ്ങളും കണ്ണുനീരൊഴുക്കി പറഞ്ഞത്? ഇല്ല, ഇസ്ലാമിലില്ല. ഇതൊക്കെയും ശൈത്താന്റെ മാർഗം തന്നെ. ബിസിനസ്, ആത്മീയ ബിസിനസ്, ആത്മീയ രംഗത്തെ വാണിജ്യവൽക്കരണം അല്ലേ? ജനമുന്നേറ്റം. ഇതിനൊക്കെ എതിരെ വേണം, എല്ലാത്തിനും എതിരെ വേണം. എല്ലാം ബിസിനസ്സാണ്. ജാറങ്ങൾ വിൽക്കാനുണ്ട്, ജാറങ്ങൾ എന്ന പരസ്യ ബോർഡുകൾ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് പലപ്പോഴും ഡൽഹിയിലെ ജാറം വാങ്ങുന്നത്. പല സ്ഥലങ്ങളിലും ജാറങ്ങൾ ലേലത്തിന് വാങ്ങുകയാണ്. ഒരു കൊല്ലത്തിനതാ ടോൾ ബൂത്ത് കരാറെടുക്കും പോലെ കൊല്ലക്കണക്കിനതാ ചില ജാറങ്ങൾ കരാറെടുക്കുകയാണ്. എന്തേ? വരുമാനം തന്നെ ലക്ഷ്യം. ഇസ്ലാമിലുണ്ടോ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു സിയാറത്ത്? മുസ്ലിമീങ്ങൾ ഒരിക്കലും സിയാറത്തിനെ എതിർക്കുന്നവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച കാര്യമാണത്. ഏതൊരു മുസ്ലിമിന്റെയും ഖബർ സമീപിക്കാം, ഖബറിൽ പോയി ആ മുസ്ലിമിന് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ മുസ്ലിമിനോട് പ്രാർത്ഥിച്ചുകൂടാ, ഖബറാളിയോട് തേടിക്കൂടാ, ഖബറാളിയോട് ആവശ്യങ്ങൾ പറഞ്ഞുകൂടാ, ഖബറാളിയെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചുകൂടാ. നമുക്ക് മരണചിന്തയുണ്ടാകുവാനും നമുക്ക് പരലോകബോധമുണ്ടാകുവാനും
അതേ ആരുടെ ഖബറാണെങ്കിലും ഒരു മുസ്ലിമിന്റെ ഖബറാണെങ്കിൽ ആ ഖബറിന്റെ സമീപത്ത് പോകാനും ഖബറാളിക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യാനും നമ്മളോട് അനുവാദം തരുന്നു. ഒരു കാഫിറിന്റെ ഖബറാണെങ്കിലും മരണചിന്ത വരിക എന്ന ഉദ്ദേശത്തോടെ നീ സിയാറത്ത് ചെയ്യാം. പക്ഷേ കാഫിറിന് വേണ്ടി ദുആ ഇറക്കാൻ പാടില്ലെന്ന നിയമം ഉണ്ട്. ഇതൊക്കെ ഇസ്ലാമിൽ ആർക്കും തർക്കമില്ലാത്ത കാര്യമല്ലേ? പക്ഷേ പല സ്ഥലങ്ങളിലും പല കളറുകളിൽ പെയിന്റ് അടിച്ച് പല കളറുകളിലുള്ള തുണികൾ കൊണ്ട് മൂടിയിട്ട് പട്ട് പുതപ്പിച്ച് അതേ വിളക്ക് കൊളുത്തിയിട്ട് സാമ്പ്രാണിയും ചന്ദനത്തിരിയും പുകപ്പിച്ചിട്ട് മുത്തമിട്ട് സുജൂദ് ചെയ്ത് തടകി മണത്ത് ഒരുപാട് പേക്കൂത്തുകൾ നടത്തിയിട്ട് സിയാറത്ത് എന്ന പേരിടുന്നു. പെണ്ണിന് പള്ളിയല്ലേ ഹറാമുള്ളൂ? മഖാമിലേക്ക് പെണ്ണിന് പോകാമല്ലോ, ദർഗയിലേക്ക് പോകാമല്ലോ, ഏത് വേഷത്തിലും പോകാമല്ലോ. പള്ളിയിൽ പോയാൽ ഫിത്നയാണ്, ജാറത്തിൽ പിന്നെ വളരെ സേഫാണ്, ജാറത്തിൽ വളരെ സുരക്ഷിതത്വവുമാണ്. ഈ രൂപത്തിലതാ എല്ലാം ബിസിനസ്സാണ്. പെണ്ണിനെ ഉപയോഗിച്ച് ബിസിനസ്സാണ്. പെണ്ണിന് പള്ളിയിൽ കയറാൻ പാടില്ലെന്നാണ് ഫത്വ. അതേ അവസരത്തിൽ പെണ്ണിന്റെ ഒരു പള്ളി സന്ദർശനം മുഖേന വല്ലതും ഇങ്ങോട്ട് കിട്ടുമെന്ന് വന്നാലോ, നിസ്കരിക്കാൻ വന്നതുകൊണ്ട് കിട്ടൂലല്ലോ, ജുമഅക്ക് വന്നതുകൊണ്ട് കാശ് കിട്ടൂലല്ലോ, പെണ്ണ് പള്ളിയിൽ വന്നതുകൊണ്ട് വല്ല പിരിവും കിട്ടുമെങ്കിൽ അതാ പെണ്ണിനെയും പള്ളിയിലേക്ക് ക്ഷണിക്കുന്നു, നോട്ടീസ് അടിച്ച് ക്ഷണിക്കുന്നു. ഉമ്മമാര് വന്നോ, പെങ്ങന്മാര് വന്നോ, നമ്മുടെ പള്ളിപ്പണി പൂർത്തിയായിട്ടുണ്ട്, പള്ളിയിൽ വന്ന് നിങ്ങൾക്ക് തഹിയ്യത്ത് നിസ്കരിക്കാം. പക്ഷേ മടങ്ങി പോരുമ്പോൾ പള്ളിയുടെ മുമ്പിൽ ഒരു വലിയ ചെമ്പ് വെച്ചിട്ടുണ്ട്, അതിൽ ഒച്ചയില്ലാത്ത കാശിടാൻ മറക്കരുതേ. ചൂഷണം, എല്ലാ രംഗത്തും ചൂഷണം. ഈ ഭാഗത്തെ പള്ളിയിൽക്ക് കൊണ്ടുപോകാൻ പാടില്ല, പള്ളിയിൽക്കും കൊണ്ടുപോകും. എന്തെങ്കിലും ചൂഷണം ചെയ്യാൻ വകുപ്പുണ്ടെങ്കിൽ അല്ലെങ്കിലില്ല. നോക്കണം, എല്ലാം ചൂഷണം. ദർഗ ചൂഷണം, മഖാമ ചൂഷണം, കെട്ടിപ്പടുക്കുക, വിളക്ക് കൊളുത്തുക, അങ്ങനെ എല്ലാ രംഗത്തും ചൂഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും ഏറ്റവും വലിയ ചൂഷണത്തിന്റെ ഉപാധിയാക്കി മാറ്റി. നബി തങ്ങളെ സ്നേഹിക്കുക എന്നതും ചൂഷണത്തിന്റെ ഉപാധിയാക്കി മാറ്റി. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്തിനെ ചൂഷണത്തിന്റെ ഉപാധിയാക്കി. നബി തങ്ങളോട് നമുക്ക് എത്രമാത്രം മഹബ്ബത്ത് വേണം. അതേ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതാ സ്വന്തം ശരീരങ്ങളെക്കാൾ കടപ്പെട്ട നേതാവാണ്. മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സ്വന്തം ശരീരത്തെക്കാളും വന്നാസി അജ്മഈൻ, ലോകത്തുള്ള സർവ്വജനങ്ങളെക്കാളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇഷ്ടവും പ്രിയവും സ്നേഹവും ഉണ്ടാകുവോളം നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസി ആവില്ലെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത് കേവലം പ്രസംഗിക്കാനുള്ളതല്ല, എഴുതാനുള്ളതല്ല, കേൾക്കാൻ മാത്രമുള്ളതല്ല. കുടുംബജീവിതം നയിക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, ഭർത്താവിനൊരു കാര്യം ഇഷ്ടമില്ലെന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിന്റെ നിയമം പെങ്ങളെ ഒരു കാലത്തും ഭർത്താവിന് വേണ്ടി ഒഴിവാക്കരുത് കേട്ടോ. ചില സ്ത്രീകളതാ അവർ ഇസ്ലാമിക വേഷമല്ലാത്ത വേഷം ധരിച്ചു പുറത്തിറങ്ങുമ്പോൾ അവരോട് ചോദിച്ചാൽ അവർ പറയും, എന്റെ ഇക്കാക്ക് ഇഷ്ടമില്ല, എന്റെ ഇക്കാക്ക് ഞാൻ പർദ്ദയിടുന്നത് ഇഷ്ടമില്ല, എന്റെ ഇക്കാക്ക് ഇങ്ങനെയാണ് ഇഷ്ടം എന്ന് പറയുന്ന മോളെ, നിന്റെ ഇക്ക നിന്റെ ഖബറിലുണ്ടോ? നാളെ മഹ്ശറിൽ നിന്റെ നന്മ തൂക്കുന്ന തുലാസിന് വെയിറ്റ് കൂട്ടാൻ ഈ പ്രിയപ്പെട്ട ഇക്കയുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? സ്വന്തം ഭർത്താവിനേക്കാളും റസൂലുള്ളാഹിനോട് മഹബ്ബത്തുണ്ടെങ്കിലല്ലാതെ ഈമാനില്ല. ചില ഭർത്താക്കന്മാര് പറയുന്നു, ഞാൻ താടി വടിക്കുന്നത് എന്തിനാണ്, നെരിയാടിക്ക് താഴെ വസ്ത്രം ധരിച്ച് ഞാൻ നടക്കുന്നത് എന്തിനാണ്, എന്റെ കെട്ടിയോൾക്ക് അങ്ങനെയാണ് ഇഷ്ടം, അവളതാ എന്നോട് ഇഷ്ടപ്പെടണമെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താലേ എന്റെ പ്രിയപ്പെട്ടവൾക്ക് ഇഷ്ടം വരൂ. ഓ പ്രിയപ്പെട്ട സഹോദരാ, നീ മരിച്ച് നിന്നെ ഏതാ കഫൻ ചെയ്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ നിന്റെ പ്രിയപ്പെട്ടവൾ നിന്റെ കൂടെ വരുമോ? അതേ, ഇദ്ദയുടെ കാലഘട്ടം കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൾ മറ്റൊരുത്തന്റെ മെത്ത പങ്കിടുകയാണ്, മറ്റൊരുത്തന്റെ ബെഡ് പങ്കിടുകയാണ്. എത്ര മഠേനായി പോയോ സഹോദരാ. ഈ ക്ഷണികമായ പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് അല്ലാഹനെ മറക്കുന്നുവോ, റസൂലുള്ളാഹിനെ ധിക്കരിക്കുന്നുവോ? അരുത്, പാടില്ല.
എന്റെ മക്കൾക്കതാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് വീട്ടിൽ പല രൂപത്തിലുള്ള പേക്കൂത്തുകൾക്കും പണം ചെലവഴിക്കുന്ന രക്ഷിതാക്കളില്ലേ? സഹോദരാ, നിന്റെ മകൻ നാളെ പരലോകത്ത് നിനക്ക് ഉപകാരമുണ്ടോ? നാളെ മഹ്ശറിലെ ലോകം എന്ന് പറയുന്നത് എന്താണ്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുഹു യുഗ്നീ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും പറയട്ടെ, പാപ്പ മക്കളിൽ നിന്ന് ഓടുന്ന ദിവസമാണ്. ഉപ്പാക്ക് മക്കളെ വേണ്ട, ഉമ്മാക്ക് മക്കളെ വേണ്ട, മക്കൾക്ക് പാപ്പയെ വേണ്ട, മക്കൾക്ക് ഉമ്മമാരെ വേണ്ട, ആങ്ങൾക്ക് പെങ്ങളെ വേണ്ട, പെങ്ങൾക്ക് ആങ്ങളമാരെ വേണ്ട, ഭർത്താവിന് ഭാര്യ വേണ്ട, ഈ പെണ്ണെ നിനക്ക് ഇക്ക വേണ്ട, ഇക്കാക്ക് ഇത്തയും വേണ്ട, മോളും വേണ്ട, എല്ലാവരും നഫ്സി നഫ്സി. എന്റെ കാര്യം എന്താണ്? എന്റെ വിഷയം എന്താണ്? വലതുഭാഗത്തേക്ക് നോക്കിയാൽ തന്റെ കർമ്മങ്ങൾ, ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ താൻ ചെയ്ത കർമ്മങ്ങൾ, മുന്നോട്ട് നോക്കിയാലോ അന്നാർ, ഇളകി പറയുന്ന നരകമാണ് കാണുന്നത്. നരകമല്ലാതെ കാണാനുണ്ടോ? ലതറവുന്നഹാ ഐനൽ യഖീൻ. നിങ്ങൾ നരകം കാണുക തന്നെ ചെയ്യും. ഉറപ്പായ കാഴ്ച കാണുമ്പോ ഈ ഭാര്യയ്ക്ക് വേണ്ടി ദീനൊഴിവാക്കിയ ഭർത്താവേ, ഭാര്യയ്ക്ക് വേണ്ടി ദീനൊഴിവാക്കിയ ഭർത്താവേ, അതേ ഉമ്മാക്ക് വേണ്ടി ദീനൊഴിവാക്കിയ മോനെ, മകൾക്ക് വേണ്ടി ദീനൊഴിവാക്കുന്ന ഉപ്പ, അതേ ആങ്ങൾക്ക് വേണ്ടി, പെങ്ങൾക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, കാരണവർക്ക് വേണ്ടി, അമ്മാമന് വേണ്ടി, അളിയന് വേണ്ടി, പെങ്ങൾക്ക് വേണ്ടി, അതേ പലരുടെയും പ്രീതി കിട്ടാൻ വേണ്ടി റസൂലുള്ളാഹിനെ ധിക്കരിക്കുന്ന മുസ്ലിമേ, ഈ ചങ്ങാത്തമൊക്കെയും പരലോകത്തില്ല, കാണാഞ്ഞിട്ടല്ല. യുബസ്സറൂനഹും, പരസ്പരം കണ്ടറിയുന്നുണ്ട്, പരസ്പരം കണ്ടറിയുന്നുണ്ട്. ഉമ്മ പറയാണ്, എന്റെ മോനെ നരകത്തിലിട്ടാലും ഞാനൊന്ന് രക്ഷപ്പെടുമോ? ഉപ്പ പറയുന്നു, എന്റെ മോനെ തീയിലിട്ടാലും ഞാൻ രക്ഷപ്പെടട്ടെ. മക്കള് പറയാണ്, അതെ ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാതെ ഞങ്ങളെ വിദ്യാഭ്യാസം നടത്തി, രോഗം വന്നപ്പോൾ ചികിത്സിച്ചു, വസ്ത്രവും പാന്റും തുണിയും പുസ്തകങ്ങളും വാങ്ങിത്തന്നു, അതേ വീട് വാങ്ങിത്തന്നു, ഫോണ് വാങ്ങിത്തന്നു, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വാങ്ങിത്തന്നു. പക്ഷേ റബ്ബേ, നിന്നെ ആരാണെന്ന് നിന്നെ പഠിപ്പിച്ചു തന്നില്ല, നിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞു തന്നില്ല, പരലോകത്തെ കുറിച്ച് പറഞ്ഞു തന്നില്ല. എന്റെ ഉമ്മ, എന്റെ ഉപ്പ ഞങ്ങളെ അങ്ങനെയാണ് വളർത്തിയത്. അതുകൊണ്ട് റബ്ബനാ അരിനല്ലദൈനി അവല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി നജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. ശരിക്ക് ശ്രദ്ധിച്ചോളണം ഉമ്മമാരെ, ഉപ്പമാരെ. നമ്മൾ വളർത്തിയുണ്ടാക്കുന്ന ഈ മക്കൾ നാളെ പരലോകത്ത് റബ്ബിനോട് പറയുകയാണ്, കാണിച്ചുതാ റബ്ബേ, എന്നെ പഴപ്പിച്ച എന്റെ തന്തയെ കാണിച്ചുതാ, എന്നെ പഴപ്പിച്ച് എന്നെ നേരിക്ക് വളർത്താത്ത തള്ളയെ കാണിച്ചുതാ, അവരുടെ നെഞ്ചകത്ത് കയറിയിട്ട് ഞാനൊന്ന് ചാടട്ടെ, എന്റെ ദേഷ്യമൊന്ന് തീർക്കട്ടെ. ലിയകൂനാ മിനൽ അസ്ഫലീൻ. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ഇത് കേൾക്കണോ ഉമ്മ? ഇത് കേൾക്കണോ ഉപ്പ? ഇതിനാണോ വീട്ടിൽ TV വെച്ച് കൊടുത്തത്? ഇതിനാണോ മോന് മൊബൈൽ വാങ്ങിക്കൊടുത്തത്? ഇതിനാണോ നെറ്റിന്റെ കണക്ഷൻ വാങ്ങിക്കൊടുത്തത്? ഇതിനാണോ സർവത്തോന്യാസത്തിന്റെയും ഇഷ്ടം പോലെ വേഷവിധാനത്തിന് ഡ്രസ് എടുത്തു കൊടുത്തത്? അവിടെ അത് രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് ആഖിറത്തിൽ രക്ഷ വേണോ? ആഖിറത്തിൽ രക്ഷപ്പെടണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മഹബ്ബത്ത് വേണം, എല്ലാവരേക്കാളും സ്നേഹം വേണം, എല്ലാവരേക്കാളും പ്രാധാന്യം അല്ലാഹുക്ക് കൊടുക്കണം, അവിടുത്തെ റസൂലിന് കൊടുക്കണം. അവരെ ശരിക്കും പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ. അങ്ങനത്തെ നമ്മൾ ജീവനേക്കാൾ സ്നേഹിക്കേണ്ടുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് കള്ളം പറയുന്ന ഒരുത്തിനെയും വിടൂല എന്നാണ് ഈ ജനമുന്നേറ്റം തെളിയിക്കുന്നത്.
ഈ ജനമുന്നേറ്റം സംഘടിപ്പിച്ചത് ആർക്കെതിരെയാണ്? റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറയുന്ന കക്ഷികളുണ്ട്. ദജ്ജാലുകളാണ്, കദ്ദാബുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയില്ലേ? അവിടുന്ന് വളരെ കൃത്യമായി തന്നെ ഈ സമുദായത്തോട് പറഞ്ഞതാണ്. എന്താണ് അവിടെ നിന്ന് പറഞ്ഞത്? യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ യഅ്തൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും ഇയ്യാകും വഇയ്യാഹും ലാ യുദല്ലൂനകും വലാ യഫ്തിനൂനകും. അതേ അവസാന കാലഘട്ടത്തിൽ ചില ദജ്ജാലുകൾ വരും, കള്ളം പറയുന്ന ദജ്ജാലുകൾ വരും. നിങ്ങളുടെ പൂർവീകർക്ക് കേട്ടിട്ട് പരിചയമില്ലാത്ത പല വാദങ്ങളും ഇസ്ലാമിന്റെ പേരിൽ കൊണ്ട് നടക്കുന്ന കള്ളന്മാര്, അവര് നിങ്ങളെ പഴപ്പിക്കുന്നത് സൂക്ഷിച്ചോളണേ. അവര് നിങ്ങളെ കുഴപ്പത്തിലാക്കരുത് മുസ്ലിമീങ്ങളെ. ഹബീബായ നമ്മുടെ നബിയുടെ മുന്നറിയിപ്പാണ്. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരിൽ നുണ പറയാ, സാധാരണക്കാരന്റെ പേരിൽ നുണ പറയുന്നത് തന്നെ മഹാപാതകം. അത് നബി തങ്ങളുടെ പേരിലാണെങ്കിലോ മൻ കദബ അലയ്യ മുതഅമ്മിദാ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ. ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കള്ളം പറയുന്നുവെങ്കിൽ നരകത്തിയിൽ അവന്റെ ഇരിപ്പിടം അവൻ സ്ഥാപിച്ചു കൊള്ളട്ടെ. ഇത് ഇസ്ലാമിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് നമുക്ക് ഉദ്ധരിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ ചില അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചു വെക്കണം. അള്ളാന്റെ റസൂലിന്റെ ഒരു വാക്ക് നമുക്ക് ഉദ്ധരിക്കണമെങ്കിൽ എന്ത് വേണം? നബിയിൽ നിന്നത് ആര് കേട്ടു? അദ്ദേഹത്തിൽ നിന്ന് ആര് കേട്ടു? അവിടെ നിന്ന് ആര് കേട്ടോ? ഇങ്ങനെ കേട്ടവരായ മുഴുവൻ ആളുകളുടെയും പരമ്പര വേണം, സനദ് വേണം. ആ സനദിലുള്ള ഓരോരുത്തരെയും പരിശോധിക്കണം, അവരുടെ ജീവിതം പരിശോധിക്കണം, അവരുടെ ഉസ്താദുമാരാരെന്ന് നോക്കണം, അവരേത് കാലത്ത് ജീവിച്ചു, ഏത് കാലത്ത് മരണപ്പെട്ടു, കള്ളം പറയുന്നവരാണോ, സത്യസന്ധന്മാരാണോ, ജീവിതത്തിൽ ശുദ്ധിയുള്ളവരാണോ, ഇങ്ങനെ നല്ല ഓർമ്മശക്തിയുള്ളവരാണോ, ബുദ്ധികൂർമ്മതയുള്ളവരാണോ, വിശ്വസ്തരാണോ എന്നൊക്കെ പരിശോധിച്ച് തരം തിരിച്ച് അതിലുള്ള ഓരോ കണ്ണികളെയും ശരിക്കും പഠിച്ചറിഞ്ഞ് രേഖാമൂലം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാലല്ലാതെ നബി തങ്ങളുടെ പേരിൽ ഒരു വാക്ക് പോലും പറയാൻ മുസ്ലിമിന് അവകാശമില്ല. ഇത് ഇസ്ലാമിന്റെ നിയമ. ഓരോരുത്തന്മാര് പണ്ട് എന്ത് ചെയ്തു? ഓരോരുത്തരും ഓരോ ഹദീസ് ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് കാല റസൂലുള്ളാഹ് എന്ന് പറയും, കാല റസൂലുള്ളാഹ് എന്ന് പറയും. എന്തും പറയാൻ കാല റസൂലുള്ളാഹ് എന്ന് പറയാ. അതുകൊണ്ട് ഇസ്ലാം വെച്ചൊരു നിശ്ചയാണ്. നാദാപുരത്ത് കഴിഞ്ഞൊരു പ്രഭാഷണത്തിൽ വിഷയം തന്നെ അതായിരുന്നു. അൽ ഇസ്നാദു മിനദ്ദീൻ ലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. സനദ് ദീനിൽപ്പെട്ടതാണ്, സനദാണ് വേണ്ടത്. എന്തു പറയുന്നോ രേഖ വേണം, സനദ് വേണം. അതില്ലെങ്കിൽ തോന്നുന്നവന് തോന്നിയതൊക്കെ തോന്നുന്ന സമയത്ത് പറയാമല്ലോ. അതാണ് പണ്ടൊരുത്തൻ എല്ലാ രൂപത്തിലും ഇങ്ങനെ മത്സ്യങ്ങൾ വിൽക്കുന്ന സ്ഥാനത്ത് ഒരൽപ്പം മത്തിയുമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ മത്തിയാരും വാങ്ങുന്നില്ലെന്ന് വന്നപ്പോൾ മൂപ്പരൊരു ഹദീസ് ഉണ്ടാക്കുന്നു. മന്നകല മത്തി മിന്നുമ്മത്തി ദഖല ജന്നതി ഖാല റസൂലുള്ളാഹി. മൂപ്പരാണ്ട് വയത് പറഞ്ഞു. എന്താണ് പറയുന്നത്? എന്റെ ഉമ്മത്തിൽ നിന്ന് എന്റെ മത്തി ആരെങ്കിലും തിന്നാൽ അവൻ എന്റെ ജന്നത്തിൽ പ്രവേശിക്കുന്നതാണ്. മത്തി അങ്ങനെ പെട്ടെന്ന് ചെലവായി എന്നാണ് കഥ. ഇങ്ങനത്തെ കള്ളന്മാരില്ലേ, ഇങ്ങനത്തെ ആളുകളില്ലേ? ഇങ്ങനെ ഇതാ ഓരോരുത്തര് മത്തിക്കച്ചവടക്കാരും അതുപോലെ തന്നെ വഴുതനങ്ങ കച്ചവടക്കാരും പച്ചക്കറി വ്യാപാരികളും പലരും പലതും ഉണ്ടാക്കിയ കൂട്ടത്തിൽ അവരുടെ എല്ലാം ബിസിനസിനെ കടത്തിവെട്ടുന്ന നമ്മുടെ ഖമറുൽ ഉലമ അല്ല ഖബറുൽ ഉലമ. ആ ഖബറുൽ ഉലമ കണ്ട വലിയ ബിസിനസ് എന്താണ്? മത്തിക്കച്ചവടക്കാരന്റെ കേവലം ചീഞ്ഞുനാരിയ കേവലം ചാളയല്ല. നമ്മുടെ ഖബറുൽ ഉലമ പിടിച്ചത് നല്ലൊരു നാരിലാണ്, മുടിനാര്. നായര് പിടിച്ച പുലിവാലി, ഖബറുൽ ഉലമ പിടിച്ച മുടിനാര്. മൂപ്പര് പിടിച്ച മുടിനാരും കൊണ്ട് നടക്കുകയപ്പോ മുടിനാരും കൊണ്ട് നടന്നിട്ട് പറഞ്ഞു, ഹബീബായ നബി തങ്ങൾ എനിക്ക് തരാൻ ഏൽപ്പിച്ചതാണ്, അബൂബക്കറിന് കൊടുക്കണം എന്ന് പണ്ടേ പറഞ്ഞതാണ്. എന്താ അബൂബക്കറിന്റെ ഒരു മഹത്വം! വല്ലാത്തൊരു ശുദ്ധിയുള്ള നേതാവ് തന്നെ. കാസിമിയുടെ വാചകത്തിൽ പറഞ്ഞാൽ ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധിയും ഒത്തിണങ്ങിയ ഔലിയപ്പാപ്പ തന്നെ.
എല്ലാ ശുദ്ധിയും ഒത്തിണങ്ങിയ ഹോജയാണ്. ഹോജക്ക് കൊടുക്കാൻ മുത്തുനബി പണ്ട് കുടുംബത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു പോയതാണ്. അബൂബക്കറിന് കൊടുക്കണം. അങ്ങനെ അബൂബക്കർ പണ്ടൊരു മുടിയും കൊണ്ടുവന്നപ്പോൾ മറ്റേ ഗ്രൂപ്പുകാര് സനത് ചോദിച്ചു. സനത് കിട്ടാതെ ഇങ്ങനെ ഉഴന്നൊഴന്ന് ഇപ്പൊ ചില സനതൊക്കെ പറയുന്നുണ്ട്. ഏത് മുടിക്ക്? പുതിയതിനല്ല, പഴയ മുടിക്ക്. ഏതോ ഒരു ജാലിയൻ വാലാ ഖാദിരി എന്നൊക്കെ പറയുന്നു. ജാലിയൻ വാലാ ഖാദിരി കൂദിരി കുന്ദ്രൂസുൽ ഉലമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സനത് തട്ടിക്കൂട്ടിയപ്പോൾ ഇപ്പുറത്തുള്ള ഫൈസി അങ്ങോട്ട് പറയുന്നു, ഇനി ഇക്കോലത്തിലാണെങ്കിൽ നിങ്ങളുടെ സനത് വേണ്ട. ഏതോ ജാലിയൻ വാലയും ആന്ധ്രയും കൂന്ത്രയും കുന്ത്രിപ്പാപ്പയും ഒക്കെയാണ് സനദിലെ കണ്ണികളെങ്കിൽ ഞങ്ങൾക്കത് വേണ്ട എന്ന് അപ്പുറത്തെ ഗ്രൂപ്പുകാർ വരെ പറയുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ആ കള്ളം പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറയാൻ മുസ്ലിമീങ്ങളുടെ ശരീരത്തിൽ ഈമാൻ ഉള്ളിടത്തോളം, ജീവനുള്ളിടത്തോളം സമ്മതിക്കൂല. ഞങ്ങൾ പ്രമാണം കൊണ്ട് നേരിടും കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരം ബറക്കത്തുള്ള ശരീരമാണ്. ആർക്കാതിൽ തർക്കമുള്ളത്? ചിലർ ഈ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ നടക്കുന്നുണ്ട്. മുജാഹിദിന്റെ നേരെ രണ്ടു കൂട്ടരും കൊട്ടുകയാണ്. രണ്ടു കൂട്ടരും സ്റ്റേജ് കെട്ടിയിട്ട് പറയുന്നു, മുജാഹിദ് റസൂലുള്ളാഹിന്റെ മുടിയുടെ ബറക്കത്ത് നിഷേധിക്കുന്നു. വേണ്ട, അങ്ങനത്തെ കള്ളത്തരമൊന്നും പ്രചരിപ്പിക്കാൻ നിങ്ങൾ മെനക്കെടണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരം അത് പവിത്രമാണ്. അവിടുത്തെ മുടിക്ക് ബറക്കത്തുണ്ട്, അവിടുത്തെ വിയർപ്പിന് ബറക്കത്തുണ്ട്, അവിടുത്തെ കൈവച്ച ഭാഗത്തിന് ബറക്കത്തുണ്ട്, അവിടുത്തെ കൈക്ക് ബറക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ രോഗിയായി കിടക്കുമ്പോൾ അതേ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വറത്തൈനിയും ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഓതുന്നത്. നബി തങ്ങൾ അനാരോഗ്യം ബാധിച്ച് കിടക്കുന്ന വേളയിൽ ആയിഷ ബീവി സൂറത്തുകൾ ഓതിയിട്ട് തടവാൻ ബീവിയുടെ കൈയല്ല ഉപയോഗപ്പെടുത്തുന്നത്, അത് തടവാൻ വേണ്ടി ഉപയോഗിച്ച കൈ അഷ്റഫുൽ ഖൽഖിന്റെ ശറഫാക്കപ്പെട്ട കൈ തന്നെ. ആ കൈ കൊണ്ടാണ് നബി തങ്ങളുടെ ശരീരം, നബി തങ്ങളുടെ കൈ കൊണ്ട് തന്നെയാണ് ബീവി തടകിക്കൊടുത്തത്. എന്നാൽ അന്നേരത്ത് നബി തങ്ങളൊന്ന് പറയണ്ടേ, ആയിഷ ഓതിയത് നീയല്ലേ, നിന്റെ കൈ കൊണ്ട് തടവിക്കോ, നിന്റെ കൈയും എന്റെ കൈയും സമമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. മറിച്ച് ബീവി ഓതി തടകിയത് റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ടാണെങ്കിൽ ആ കൈയിന് ബറക്കത്തുണ്ട്. അത് നബി തങ്ങൾ അംഗീകരിച്ചു കൊടുത്തു അല്ലേ? ആർക്കാണ് തർക്കം? നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി അവിടെ നിന്ന് വിതരണം ചെയ്തിട്ടുണ്ട്. സ്വഹാബിമാരുടെ കൈകളിൽ അത് ഉണ്ടായിട്ടുണ്ട്. അവരത് ബറക്കത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നബി തങ്ങളുടെ കയ്യിൽ നിന്ന് ഈറ്റി വീണ ഉളൂഹിന്റെ വെള്ളത്തിന് സഹാബത്ത് തിരക്ക് കൂട്ടിയിട്ടുണ്ട്, വിയർപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവരുടെ സുഗന്ധങ്ങളിൽ അവർ തേച്ചിട്ടുണ്ട്. നബി തങ്ങളുടെ ശരീരം സ്പർശിച്ച കുപ്പായം കിട്ടാൻ വേണ്ടി സഹാബത്ത് വളരെ അധ്വാനിച്ചിട്ടുണ്ട്. ഇവരിതാ ഒരു വലിയ കെട്ട് ചെമ്പൻ മുടി, 1 മീറ്ററോളം നീളത്തിലുള്ള മുടി, അത് നബി തങ്ങളുടെ മുടിയാണെന്ന് പറഞ്ഞു നടക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ നബി തങ്ങളെ അപമാനിക്കാൻ വേണ്ടി, റസൂലുള്ളാഹിനെ പരിഹസിക്കാൻ വേണ്ടി അതേ ഇത്ര നീളമുള്ള മുടിയും വെച്ച് അത് സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നവരോട് പറയട്ടെ, ഈമാനുണ്ടോ? പൈസ വാങ്ങിയെങ്കിൽ തരിച്ചു കൊടുത്തുകൊണ്ട് തൗബ ചെയ്തോ, ആഖിറം നന്നാക്കിക്കോ. മുസ്ലിമീങ്ങൾക്ക് വിനീതമായി പറയാനുള്ളത് അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. നീളമുള്ള മുടി എന്ന് പറഞ്ഞപ്പോ ഇവര് പറയണേ മുടി നീളും. നബി തങ്ങൾക്ക് ജീവിതകാലത്ത് അത്രയൊക്കെ തന്നെയുള്ളൂ, പക്ഷേ നീളും. നബി തങ്ങളുടെ മുടി വളരുന്നു. അപ്പൊ വളരുന്നു എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ 1.6 സെന്റിമീറ്റർ മുതൽ 2.7 സെന്റിമീറ്റർ വരെ ഒരു വർഷത്തിൽ അതിന്റെ വളർച്ചയാണ് പോലും. ഇബ്ലീസ് കൊടുത്ത കണക്ക് എവിടുന്ന് കിട്ടി? ഇബ്ലീസുകൾക്ക് അറിഞ്ഞുകൂടാ. ഇബ്ലീസിന് പണ്ടും ഒരു തന്ത്രമുണ്ട്. കമ്മട്ടം പറഞ്ഞ ജനങ്ങൾ വിചാരിക്കും നുണയാണെന്ന്. 2-3 സെന്റിമീറ്റർ, 8-10 സെന്റിമീറ്റർ ഒക്കെ വളരും എന്ന് പറഞ്ഞാൽ വിചാരിക്കും മൂല്യൊരു നുണ പറയാണ്. അത് പറയാതിരിക്കാൻ ഇബ്ലീസ് പറഞ്ഞു, കണിശമാകണം നുണ പറയുമ്പോ, കണിശമായ നുണ. 1.6 സെന്റിമീറ്റർ മുതൽ
2.7 സെന്റിമീറ്റർ വരെ വർഷത്തിൽ വളർച്ച. എത്ര കണക്കാ സഖാഫിക്ക് കിട്ടിയത്, എത്ര കൃത്യമായിട്ടാ കിട്ടിയത്. അപ്പൊ അതിങ്ങനെ നീണ്ട് 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 ഇങ്ങനെ പോവുകയാണ്, എത്രയോ കൊല്ലങ്ങളോളായിട്ട് നീളം. പിന്നെ അങ്ങനെ ഇതൊരു കെട്ട് വന്നത്. അപ്പൊ പറയുന്നു വളരുന്തോറും പിളരും ചെയ്യും, ഇണച്ചം പൊട്ടുപോലും ശാഖോപശാഖകളായിട്ട് ഇങ്ങനെ പനങ്കൊല തൂങ്ങും പോലെ അങ്ങനെ ഒരു മുടിയിൽ നിന്ന് മറ്റൊന്ന് പൊട്ടി മറ്റേന്നൊന്ന് പൊട്ടി ഇങ്ങനെ കൊലകൊലകൊലയായിട്ട് ഇങ്ങനെ 2 കെട്ട് 4 കെട്ട് 5 കെട്ട് എന്നൊക്കെ പറയുന്നത്. 4 കെട്ട് വീടിന്റെ കാര്യമല്ല പറയണത്, മുടിക്കെട്ടാ പറയണത്, മുടിക്കെട്ടായി പറയണത്. 2 കെട്ട് 4 കെട്ട് 5 കെട്ട് എന്നൊക്കെ ഭയങ്കര തർക്കാണ് എത്ര കെട്ടാണ്. എന്നിട്ട് ഓരോരുത്തർ ചോദിക്കുക എത്ര കെട്ടായാലും നിങ്ങൾക്ക് എന്താ, ഞങ്ങൾ ആ മുടിയിട്ട് പൊക്കിയ വെള്ളം കുടിച്ചോളാം, നിങ്ങൾ കുടിച്ചോ, ദഹിക്കുന്നില്ലെങ്കിൽ ഛർദിച്ചോ, ഞങ്ങൾക്കതൊന്നും വിഷയമല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഇക്കളി വേണ്ട. ഇത് നീളുമത്രേ. നീളും എന്ന് പറയുന്നത് യൂസുഫ് നബഹാനിയാണത്രേ. യൂസുഫ് നബഹാനി മുടി മാത്രമല്ല നീളും എന്ന് പറഞ്ഞത്, പലതും നീളും എന്ന് വിശ്വസിച്ചവനാണ്. അതിനാദാപുരത്തെ CD കേട്ടാൽ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. അതാണ് യൂസുഫ് നബഹാനി വലിയ ഹോജ. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമല്ല. മൂപ്പരുടെ അഭിപ്രായ പ്രകാരം ഔലിയപ്പാപ്പ അസ്രായീലിനെ ഭീഷണിപ്പെടുത്തിയിട്ട് 50 കുട്ടികളെ കൊന്നിട്ടുണ്ട്. കാരണം ഒരിക്കൽ അസ്രായീലിനോട് ഔലിയപ്പാപ്പ പറഞ്ഞു പോലും, ഇതാ 19 കുട്ടികൾ എന്നെ പരിഹസിക്കുന്നു അസ്രായീലേ, ഈ കുട്ടികളെ ഇപ്പൊ തന്നെ മരിപ്പിച്ചോളണം, ഇല്ലെങ്കിൽ മലക്കുകളുടെ പട്ടികയിൽ നിന്ന് നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യും. അസ്രായീൽ പേടിച്ചു. ഉടനെ തന്നെ ഈ 50 കുട്ടികളുടെയും റൂഹ് പിടിച്ചു. ഫാസ്ബഹു മൗതാ അജ്മഈൻ. 50 കുട്ടികളും തൽക്ഷണം മയ്യത്തായി വീണു. പറയണം സഖാഫി, പറയണം മഹ്സനിമാരെ, പറയണം ഖബറുൽ ഉലമമാരെ, പറയണം ഉലമാക്കളെ, മലായികത്തിനെ ഭീഷണിപ്പെടുത്തുന്ന ഔലിയാക്കളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ ഇസ്ലാം വീട്ടിൽ വെച്ചോ, മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് ഇറക്കണ്ട. ഏതുപോലെ നിങ്ങളുടെ ഈ ഏതോ ഒരുത്തിയുടെ മുടിക്കെട്ട് അത് മർക്കസിൽ തന്നെ വെച്ചോ, സമുദായത്തിന്റെ ഇടയിലേക്ക് ഇറക്കണ്ട. ഇതും കൊണ്ട് നടക്കുകയാണ് ഓരോന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് ഏറ്റവും അധികം നുണ പറഞ്ഞിട്ട്, ഇല്ലാത്ത രൂപത്തിലുള്ള വാദങ്ങൾ പറഞ്ഞിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അപരാധങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പറയുമ്പോൾ, അത് പറയാൻ ഒരു നിലക്കും മുസ്ലിമേ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹ് എന്താ പറഞ്ഞത്? ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ. നബി തങ്ങളോട് പറയാൻ റബ്ബ് പറയുന്നു, ഖുൽ ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ മതാഉൻ ഫിദ്ദുനിയാ സുമ്മ ഇലൈനാ മർജിഉഹും സുമ്മ നുദീഖുഹുൽ അദാബശ്ശദീദ ബിമാ കാനൂ യഫ്തറൂൻ. സർവ സഖാഫിമാരും അതേ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി അള്ളാന്റെ പേരിൽ കള്ളം പറയുന്ന, റസൂലുള്ളാഹിയുടെ പേരിൽ കള്ളം പറയുന്ന സർവ മനുഷ്യരും കേട്ടോളണം. സുമ്മ ഇലൈനാ മർജിഉഹും. ഇവരുടെ ഒക്കെ മടക്കം നമ്മുടെ അടുത്തേക്കാണ്. വരും അവരെന്റെ മുമ്പിലേക്ക്. എന്റെ പേരിൽ കള്ളം പറഞ്ഞവൻ, എന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറഞ്ഞവൻ, ഖുർആനിന്റെ പേരിൽ കള്ളം പറഞ്ഞവർ, ഹദീസിന്റെ പേരിൽ കള്ളം പറഞ്ഞവർ വരും എന്റെ അടുത്തേക്ക്. വന്നാലോ സുമ്മനുദീഖുഹും, നാം അവരെ ആസ്വദിപ്പിക്കുന്നതാണ് അല്ലദാബശ്ശദീദ്, അതികഠിനമായ ശിക്ഷ. എന്തിന്? ഇവരോട് വ്യക്തിവിരോധമുണ്ടോ? ഇല്ല. ബിമാ കാനൂ യഫ്തറൂൻ. അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞതിന്റെ ഫലമായി കൊണ്ട് ആ അദാബ് വാങ്ങാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ നടന്നോ? മുസ്ലിമീങ്ങളെ, ഇവരിൽ നിന്ന് രക്ഷപ്പെട്ടോളണം, ഇവർക്കെതിരെ പൊരുതണം. നമുക്ക് ബോംബ് കൊണ്ടല്ല വാളുകൊണ്ടല്ല പൊരുതേണ്ടത്. നമ്മുടെ കയ്യിൽ ഖുർആനുണ്ട്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളുണ്ട്, മുസ്ലിം ലോകത്തിന്റെ പാരമ്പര്യ ചരിത്രമുണ്ട്. അതിലപ്പുറമുള്ള കാര്യങ്ങളുമായി വരുന്നവനെ ഇരുത്തേണ്ടിടത്തിരുത്താൻ മുസ്ലിമേ സജ്ജമായി കൊള്ളണം. അത് ഈമാനിന്റെ ഭാഗമാണ്. അതാണ് അല്ലാഹ് പറയുന്നത്. നിനക്ക് നാളെ പരലോകത്ത് നരകശിക്ഷയിൽ നിന്ന് രക്ഷ വേണോ? അല്ലാഹുവിൽ വിശ്വസിച്ചോളണം, റസൂലിൽ വിശ്വസിച്ചോളണം. വതുജാഹിദൂന ഫീ സബീലില്ലാഹ്. ഈ ദീൻ നിലനിർത്താൻ നീയും ത്യാഗത്തിൽ പങ്കാളിയാവണം. ബിഅംവാലിഹിം
അംവാലിക്കും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും വഅൻഫുസിക്കും നിങ്ങളുടെ ശരീരം കൊണ്ടും ദാലിക്കും ഖൈറുൽ ലക്കും അതാണ് നിങ്ങൾക്ക് ഉത്തമം കേട്ടോ. ഇൻ കുൻതും തഅലമൂൻ വല്ല വിവരവും ബാക്കിയുണ്ടെങ്കിൽ, വിവരമുണ്ടോ ഈ പടയണിയിൽ അണിചേർന്നോ, ഈ ജനമുന്നേറ്റത്തിൽ പങ്കാളിയായിക്കോ. അത് നബി തങ്ങളോടുള്ള ഏറ്റവും വലിയ മഹബത്താണ്, അല്ലാഹുവോടുള്ള മഹബത്താണ്. സർവ്വ മുസ്ലിമും ഇസ്ലാം ദീന് പഠിച്ചോളണം, എന്നിട്ട് ഇവരെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തണം. അതിന് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം, അതിന് തന്നെയാണ് സലഫി പ്രസ്ഥാനം. അതിനെത്ര എതിർപ്പുകൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും തൃണവൽഗണിക്കണം. ഇത് വെറുതെ മിണ്ടാതിരിക്കാനുള്ളതല്ല, രംഗത്തിറങ്ങണം, പ്രവർത്തിക്കണം, പ്രബോധനം നടത്തണം. അവരവർ മാത്രം നന്നായാൽ പോരാ, ഇത് ഉപദേശിക്കണം. നാളെ മഹ്ശറിൽ നമ്മോടും ചോദ്യമുണ്ട്. നിന്റെ ആയുസ് എന്തിന് ചെലവഴിച്ചു, അറിവെന്തിന് ചെലവഴിച്ചു, ആരോഗ്യം എന്തിന് ചെലവഴിച്ചു? ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ അതിനനുസരിച്ച ജീവിതം വേണ്ടേ, അതിനനുസരിച്ച പ്രവർത്തനം വേണ്ടേ? അതിനു വേണ്ട പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഭാഗഭാക്കാകണം. ഇതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഉണർത്താനുള്ളത്. റഹ്മാനായ നാഥൻ നമുക്കെല്ലാവർക്കും ശരിയായ നിലക്കുള്ള മഹബ്ബത്തുർ റസൂൽ, അള്ളാഹുവിനോടുള്ള സ്നേഹം, റസൂലുള്ളാഹിനോടുള്ള സ്നേഹം, ആ പാതയിലുള്ള ത്യാഗ മനോഭാവം എല്ലാം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത التواب الرحيم. اللهم اشف امراضنا وامراض مرضانا يا شافي الامراض. اللهم صل على محمد وعلى ال محمد. والسلام عليكم ورحمه الله وبركاته.